നമുക്ക് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമാകാനുള്ള സമയമല്ല നമ്മുടെ, എന്നാൽ പരമാവധി ഞാൻ ശ്രമിക്കും. ദൈവമക്കൾ പ്രാർത്ഥനയോടെ സഹകരിക്കുക. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. പെരുവ നിവാസികളോട് ഞാൻ പറയുന്നു, എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് പറയുന്നു, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തേത് കഴിഞ്ഞാൽ ഇത് രണ്ടും മാറുമെന്ന്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിലവിൽ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ സുപ്രസാദകാലവും മാറും, രക്ഷാദിനവും മാറുമെന്ന് വളരെ മനോഹരമായി വ്യക്തമായി പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ 2025 ജീവിക്കുന്ന ലോകത്തിലെമ്പാടും കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും ഒരു വിധത്തിൽ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും സംസ്കാരമേറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ശാസ്ത്രത്തിന്റെ നേട്ടത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിതത്തെയും സകലത്തെയും മധുരമാക്കുവാൻ ഗ്രാമവാസികൾക്കും പട്ടണവാസികൾക്കും രാജ്യഭേദമന്യേ ലോകത്തിൽ എല്ലായിടത്തും ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ പരമാവധി ആസ്വദിക്കുന്നവരാ നിങ്ങളും ഞാനും. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 800-ൽ പരം കോടി ജനങ്ങളെ ഒറ്റ മാലയ്ക്കകത്ത് ശാസ്ത്രം കൊരുത്തിട്ടിട്ടുണ്ട്. ആ മാലയുടെ പേരാണ് ഇന്റർനെറ്റ്. ആ ഇന്റർനെറ്റിൽ കൂടെ ജീവിതത്തെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹമാണ് ഇന്നത്തെ മനുഷ്യർ. തീർന്നില്ല. സർവ സ്വാതന്ത്ര്യത്തിന്റെ കാലം. മനോഹരമായി ഇഷ്ടമുള്ള വീടുകൾ വെക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള പോലൊക്കെ ജീവിക്കാം, ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാതിരിക്കാം, ദൈവത്തെ സേവിക്കാതിരിക്കാം, എങ്ങനെയും ജീവിക്കാം. എത്രയും അങ്ങനെ ഒരു സർവ സ്വാതന്ത്ര്യത്തിന്റെ നാടാണ്. വളരെയധികം ഡെവലപ്പ് ചെയ്തൊരു ലോകം. ഓരോ ദിവസവും ഒരു വീടിന്റെ നിലകൾ ഉയരുന്നത് പോലെ കുതിച്ചുയരുകയാണ്. മനുഷ്യർ അതിമാനുഷ്യൻ ആകത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വൈദ്യശാസ്ത്രം ജയത്തിന്റെ കൊടി ഇങ്ങനെ പറപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ അന്തരാവയവങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കിഡ്നിയും ലിവറും ഹാർട്ടും എല്ലാം ഒരു കാറിന്റെ ടയർ ഊരി മാറ്റിയിടുന്ന ലാഘവത്തിൽ പറിച്ചു മാറ്റി വെക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലെ ലോകത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഇല്ലേ? ഒടുവിലായി കഴിഞ്ഞ 10 വർഷമായി ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സാരിഗോ കോണവറോ വ്യാപകമില്ലാത്ത ഒരു പരിപാടിയാണ് 2014 മുതൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വർഷം ചെയ്യും, 24 പറഞ്ഞു, ഈ വർഷം 25 പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അതെന്താണെന്നറിയാമോ? അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കിഡ്നിയും ഹാർട്ടും ഒന്നുമല്ല, ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. തല പറിച്ച് മാറ്റി വെച്ച ഒരു ചാക്കോച്ചന്റെ തല വെട്ടിക്കളഞ്ഞിട്ട് കുഞ്ഞമ്മയുടെ തല വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ പരിപാടി? അതിനും ശാസ്ത്രം ഒരുങ്ങുന്നു. 5.5 കോടി കിലോമീറ്റർ അകലെ ചൊവ്വായിൽ വേറെ ഒരു സാന്ദ്രത, വേറൊരു ആക്ഷൻ. അവിടെ വെള്ളമില്ല, ഈ ചൂടല്ല, ഓക്സിജൻ ഇല്ല. അവിടെ അതിമനോഹരമായ ബെഡ്റൂമും പാൻട്രിയും പണിത് മനുഷ്യനെ മാടി വിളിക്കുന്ന ശാസ്ത്രം. ഉറക്കമില്ലാത്ത ഗ്രാമങ്ങളും പട്ടണങ്ങളും ജീവിതത്തിന്റെ സുഖത്തിനുള്ള സകല സന്നാഹങ്ങളും എല്ലാ വിധത്തിലും സൗകര്യങ്ങളും സുഖവുമുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്നു. സർവ സ്വാതന്ത്ര്യം. എവിടെയും സഞ്ചരിക്കാം, എവിടെയും പോകാം, എന്തും വിളിച്ചു പറയാം. യൂട്യൂബ് എടുത്ത് നോക്കിക്കേ, എന്തെല്ലാം അതിനകത്ത് കയറി വരുന്നത്. സർവ സ്വാതന്ത്ര്യം. അങ്ങനത്തെ ഒരു ലോകത്തിൽ ഈ ലോകം ഇങ്ങനെ മാലോകരിങ്ങനെ സന്തോഷിച്ച് നടക്കുമ്പോൾ ഒരു സത്യം വിളിച്ചു പറയാം, ഇതിനൊരു മറുവശമുണ്ട്. ഒരു ഭയങ്കരത വരുന്നു. ആദ്യമായിട്ട് പറയട്ടെ, മനുഷ്യവർഗത്തിനു വേണ്ടി 6000 വർഷങ്ങൾക്ക് മുൻപേ ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച യാതൊന്നുമല്ല നിങ്ങളും ഞാനും ഭക്ഷിക്കുന്നത്. നമ്മൾ ഭക്ഷിക്കുന്ന വെജിറ്റബിൾ, ടൊമാറ്റോ, പൊട്ടറ്റോ, കോളിഫ്ലവർ, കാവേജ്, പാവയ്ക്ക, എന്തിന് ബീൻസ്, അച്ചിങ്ങാപ്പയർ, ഇതൊന്നും ഏദൻ തോട്ടത്തിലേതല്ല. അതെല്ലാം പോയി. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച മുട്ടയുണ്ടല്ലോ, തമ്പുരാൻ നിർമ്മിച്ച കോഴിയുടെ മുട്ടയും അല്ല.
അതെല്ലാം പോയി ശാസ്ത്രത്തിന്റെ നേട്ടത്തിന്റെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ പുതിയ വസ്തുക്കളാ നമ്മൾ ഭക്ഷിക്കുന്നത് തന്നെ. ഒറിജിനൽ എല്ലാം മാറിയില്ലേ? അതോടൊപ്പം നോക്കിക്കേ, ഇത്ര മനോഹരമായ ഒരു ലോകമാണെങ്കിലും നിഷ്പക്ഷ ബുദ്ധിയോടെ എന്നെ കേൾക്കണം. ആദ്യമേ പറയട്ടെ, ഞാനൊരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തിനെതിരല്ല, ഒരു സംഘടനയ്ക്കെതിരല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഒരു മതത്തിന് വേണ്ടിയല്ല. സർവശക്തനായ ദൈവമായ സൃഷ്ടാവിന്റെ കാര്യം വിളിച്ചു പറയുക. നിഷ്പക്ഷ ബുദ്ധിയോടെ കേൾക്കണം. ഇത്ര മനോഹരമായ ഒരു ലോകമാണ്. ഇഷ്ടം പോലെ ധനവാന്മാർ, മനോഹരമായ വാഹനങ്ങൾ, അതിസുന്ദരമായ വീടുകൾ, എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ, വീടുകൾ, ഇഷ്ടം പോലെ വസ്ത്രം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ദൈവമക്കൾക്കല്ലാതെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ? നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. സമാധാനം നഷ്ടപ്പെട്ടില്ലേ? മനുഷ്യവർഗത്തെ മറ്റ് സൃഷ്ടികളിൽ നിന്നും നമ്മളെക്കാൾ ആരോഗ്യവും സൗന്ദര്യമുള്ള മൃഗങ്ങൾ, പക്ഷികൾ, അവയിൽ നിന്നെല്ലാം വേർപെടുത്തി കാണിക്കുന്ന കാര്യമുണ്ട്. നമുക്കൊണ്ടൊരു കുടുംബജീവിതം, അതും തകർന്നില്ലേ? കുടുംബജീവിതം തകരുന്നില്ലേ? ഡിവോഴ്സ് പെരുകുന്നില്ലേ? ഡിവോഴ്സ് പെരുകുന്നില്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം പൊട്ടിപ്പോകുന്ന ചരട് പോലെയായി കഴിഞ്ഞില്ലേ? ഇനിയും അതിനേക്കാൾ ഭയങ്കരം വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും സഹോദരനും സഹോദരിയും അല്ല എങ്കിൽ ഒന്നിച്ച് താമസിക്കുന്നത് പാപം. എന്നാൽ ആധുനിക ലോകം അതിന് നല്ലൊരു വെളിച്ചം നൽകി, നിയമത്തിന്റെ സാധ്യത നൽകി, ഒന്നിച്ച് ജീവിക്കാം. അതിനൊരു പേര് വിട്ടു, ലിവ് ടുഗദർ. ഭാര്യയുമല്ല ഭർത്താവുമല്ല, പിന്നെ എന്താ? പാർട്ട്ണർ. തകർന്നോ സംഗതി? മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറയല്ലേ മക്കൾ? കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ മാതാപിതാക്കൾക്ക് ഭയമല്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറ ലോകത്തിലെ, കേരളത്തെയോ പെരുവയോ നിങ്ങൾ കാണരുത്. ലോകത്തെ നോക്കിക്കേ, ഇതുപോലെ കുറ്റകൃത്യം പെരുകിയ ഒരു കാലമുണ്ടോ? ഇത്രയും ധനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇതുപോലെ കുറ്റകൃത്യം പെരുകിയ സ്ഥലമുണ്ടോ? വിദ്യാഭ്യാസത്തിന് വല്ല കുറവുണ്ടോ? മുക്കിന് സ്ഥാപനങ്ങളല്ലേ? എന്നിട്ടും മനുഷ്യൻ മ്ലേച്ഛത കാണിക്കുന്നതിന് വല്ല കുറവുണ്ടോ? വാർത്തകൾ വായിക്കാൻ ലജ്ജയല്ലേ? ഇതുപോലെ മദ്യവും മയക്കുമരുന്നും പെരുകിയ ഒരു ലോകമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഷെയർ ബിസിനസ്സോ കമ്പ്യൂട്ടർ ബിസിനസ്സോ ഒന്നുമല്ല. ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാൻ മേലാത്ത ഒരു അണ്ടർലൈൻ ബിസിനസ് ഉണ്ട്. ആ ബിസിനസിന്റെ പേരാണ് മയക്കുമരുന്ന് ബിസിനസ്. ആ ലോബിയെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്കോ ഇന്ത്യക്കോ ചൈനയ്ക്കോ ജപ്പാനോ റഷ്യക്കോ സാധിക്കത്തില്ല. അതിങ്ങനെ എഴുതുകയാണ്. കൊച്ചു ക്ലാസ് മുതൽ പല വിധത്തിൽ പലതരത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുതൽ മയക്കുമരുന്നുകൾ കൊടുത്ത് തകർക്കുന്ന ഒരു ലോകം. ഈ നശിച്ചു പോകുന്ന മണ്ണിന് വേണ്ടി പടവെട്ടുന്ന, അടിപിടി കൂടുന്ന അപ്പനും മക്കളും അതിർത്തി തർക്കത്തിന്റെ പേരിൽ മരിച്ചു കഴിയുമ്പോൾ ആർക്കും അതിർത്തിയില്ല, എല്ലാം മണ്ണില്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിടി മണ്ണിന് വേണ്ടി സ്നേഹം ഹോമിക്കുന്ന സമൂഹം. ഇതുപോലെ സ്വാർത്ഥത വർദ്ധിച്ച ഒരു കാലമുണ്ടോ? അഴിമതിയുടെ ഉത്സവമല്ലേ? നിഷ്പക്ഷമായി ചിന്തിച്ചേ, മായം ചേർക്കുന്നതിന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ഞാൻ ഓർക്കുക, കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു സഹോദരൻ, തികഞ്ഞ ഒരാത്മീയൻ, പേര് ഞാൻ പറയാം, റാന്നിക്കാരനാ, ബ്ലസൻ, അമേരിക്കയിലെ ഡാസിൽ ജോലി ചെയ്യുന്നു, കുടുംബസഹിതം. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, കൊച്ചി കേരളവും സ്വന്തം നാടും ഒന്ന് കാണണം. അദ്ദേഹം ഇവിടെ വന്നു. 2 ആഴ്ച അതിലെല്ലാം കറങ്ങി കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറി വന്നു. ഡാളസ് വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഹെപ്പറ്റൈറ്റിസ് ബി. അവിടെ പരിശോധിച്ചപ്പോൾ കണ്ടു കുടിവെള്ളത്തിനകത്ത് മാലിന്യം ഉണ്ടായിരുന്നു, കുടിച്ച വെള്ളം. അദ്ദേഹത്തോട് ഹോസ്പിറ്റലുകാർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നെല്ലാം വെള്ളം കുടിച്ചു? അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് മുതൽ തിരിച്ച് സിയാൽ എയർപോർട്ടിൽ നിന്ന് കയറുന്നത് വരെ റാന്നിയിലെ എൻ്റെ വീട്ടിലെ വെള്ളം പോലും ഞാൻ കുടിച്ചില്ല. അദ്ദേഹം പറഞ്ഞതാ, മുഴുവൻ ബോട്ടിൽ വെള്ളം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ കുടിച്ചത്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, ലോകമൊക്കെ പ്രാർത്ഥിച്ചു. ഷാരോൺ സഭയിൽ ഒരു അംഗമായിരുന്നു. പക്ഷെങ്കിൽ ഒക്ടോബറിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. നമ്മളെ കരുതുമോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും കടയിലിരിക്കുന്ന വെള്ളത്തിനകത്ത് മായമൊന്നല്ല.
ലോകത്തിൽ സകലത്തിനകത്തും മായം. ഏറ്റവും അധികം മായം കലർത്തുന്നത് സ്നേഹത്തിൽ. ചതിവിന്റെയും വഞ്ചനയുടെയും കാലം. തീവ്രവാദികൾ പെരുകിയില്ലേ? കോഴിയെ കൊല്ലുന്ന ലാഘവത്തിൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുവാൻ മടിക്കുന്നുണ്ടോ? ഇത്രയും കുറ്റവാളികൾ പെരുകിയ കാലമുണ്ടോ? മറുഭാഗത്ത് നോക്കിക്കേ, മാനസിക രോഗികൾ പെരുകി. മാനസിക രോഗികളില്ലാത്ത ഗ്രാമങ്ങളില്ല, പട്ടണമില്ല. ആത്മഹത്യക്ക് കേരളമാണ് മുമ്പിൽ. ഇന്ത്യയിൽ സാക്ഷരത കേരളം എന്നെല്ലാം പറയുന്നെങ്കിലും ചില വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ട് 24 മലയാളി ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. ഇന്നത്തെ എനിക്കറിയത്തില്ല. അപ്പോൾ 1 മണിക്കൂറിൽ ഈ യോഗം തുടങ്ങി തീരുന്ന വരെ 4 സഹോദരനോ സഹോദരിയോ പോയിരിക്കും. ആത്മഹത്യ പെരുകി. സകല വിധത്തിലുള്ളതായ കള്ളത്തരങ്ങളും പെരുകി. മറുഭാഗത്ത് നോക്കിക്കേ, മതം പൊട്ടിയ മതയാനയെ പോലെ മനുഷ്യർക്കെതിരെ നിൽക്കുന്ന പ്രകൃതി. മാരക രോഗങ്ങൾ പെരുന്നാൾ നടത്തുകയല്ലേ? ക്യാൻസർ മുതൽ കാർഡിയാക് അറസ്റ്റ് വരെ കുഞ്ഞുങ്ങൾക്ക് വരെ വരുന്നില്ലേ? പത്രത്തിലും വീട്ടിലും ഒക്കെ വാർത്തയില്ലേ? 40, 45, 35 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ക്യാൻസർ പെരുകിയില്ലേ? ക്യാൻസർ വന്നാൽ ആളും പോയി, പണവും പോയി. വൈദ്യശാസ്ത്രയും ജയപ്പേര് മുഴക്കിയിട്ടും രോഗമില്ലാത്ത ആളുകൾ ഈ ലോകത്തിൽ കുറവായില്ലേ? അപ്പോൾ എന്താണ് കാരണം? അതെ, ഈ സിസ്റ്റം ഇവിടെ മാറാൻ പോവുക. ഈ തലമുറയിൽ കരങ്ങളെ കുറിച്ച് സ്തുതിക്കേ. ഈ സിസ്റ്റം ഇവിടെ മാറും. രാഷ്ട്രീയമായി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നല്ല ഡെമോക്രാറ്റിക് രാജ്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചല്ല പറയുന്നത്, ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ജനാധിപത്യത്തിന് സ്വാതന്ത്ര്യം മറ്റെങ്ങുമില്ല. നമ്മുടെ കേരളം ഏറ്റവും നല്ലൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. ലോകത്തിലെ 98% രാജ്യങ്ങളും ഏതാണ്ട് സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയും ഇല്ലെങ്കിലും ഉണ്ട്. വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രം രാജാക്കന്മാരും 1-2 രാജ്യങ്ങളിൽ ഏകാധിപതിമാരും ഉണ്ട്. ഈ രാജാക്കന്മാരുള്ള സ്ഥലങ്ങളിൽ തന്നെയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഏകാധിപതികളുള്ള 1-2 രാജ്യമുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അധികം അറിയില്ല, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലെന്ന് പറയുന്നു. എന്നാൽ പൊതുവെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യമാണ്, സ്വാതന്ത്ര്യമാണ്. ഇത് കംപ്ലീറ്റ് മാറി. വേദപുസ്തകൻ 2600 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു, ഒരുവൻ ഈ ലോകം ഭരിക്കും. ഒരുവൻ ഭരിക്കുമെന്ന് 2600 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ അവൻ ഭരിക്കുവാൻ പോകുന്നതിന്റെ ശബ്ദം കേട്ടതിന്റെ സാക്ഷികളാണ് ഈ പെരുവയിൽ എന്നെ കേൾക്കുന്നവർ. ഞാൻ തെളിയിക്കാൻ പോവുക. 2600 വർഷം മുമ്പേ ദാനിയേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഒരാഴ്ച വട്ടത്തേക്കവൻ പലരോടും ഒരുടമ്പടി ചെയ്യും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാം വാക്യമായി. എടുക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. പ്രവചന പ്രകാരം ഒരു ദിവസം ഒരു വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 7 വർഷം ആയിരിക്കും. നിയമം മാറ്റുന്നവനാന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണേ പറയാം, അവൻ നിയമം മാറ്റുന്നത് എങ്ങനെയാ? വായിക്കാം. അതിന്റെ മാറ്റൊലി നിങ്ങൾക്ക്. ഒരു വീട്ടിൽ വിവാഹമുണ്ടെങ്കിൽ നമുക്കറിയാം, വിവാഹത്തിന് മുമ്പേ അറിയാം. മലയാളിയുടെ ഭാഷയെ പറയും, പടിഞ്ഞാറൻ രാജ്യങ്ങളിലും കല്യാണ വീടെന്ന് പറയത്തില്ലെങ്കിൽ കണ്ടാൽ അറിയാം അവിടെ വിവാഹം നടക്കാൻ പോകുന്നത്. കാരണം രാത്രിയിലും പകലും നല്ല പല വിധത്തിലുള്ള ലൈറ്റ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ പോയാൽ കാണാം, ചില വീടുകളിൽ ഒത്തിരി നല്ല ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കോണത് മരണ വീടല്ല, അത് കല്യാണ വീടാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്ന നിയമത്തിന്റെ ആരംഭം കുറിച്ചോ ഇല്ലയോ? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. ആ ഒറ്റ വാക്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമാകും അവൻ വരുന്നതിന്റെ ശബ്ദം. ദാനിയേൽ അവൻ അത്യുന്നതനായവന് 9-ാം അധ്യായം 7-ാം അധ്യായം 25-ാം വാക്യം. അവൻ അത്യുന്നതനായവന് വിരോധമായി. ദൈവമക്കളുടെ ഭാഷ പറയുക, അവനെന്ന് പറഞ്ഞ എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, സാത്താൻ, പല പേരുകളുണ്ട്. തിന്മയുടെ ഇതൊക്കെയാണ് അവന്റെ പേര്. വായിച്ച അവൻ
അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. എന്താണിത് മാറ്റാൻ ശ്രമിക്കുന്നത്? സമയം. സൂര്യൻ രാവിലെ 6 മണിക്ക് എല്ലാ രാജ്യത്തും ആവറേജ് ഉദിക്കുന്നെങ്കിൽ അവൻ ഭരിക്കുമ്പോൾ സൂര്യൻ 1/3 ശക്തി പോയതിനാൽ രാവിലെ 9-9:30 നേരം വെളുക്കുന്നു. തെളിയിച്ച ആ ഭാഗത്തേക്ക് ഞാൻ കയറുന്നില്ല. സൂര്യൻ കരിമ്പണം പോലെ കറക്കാൻ പോകുന്നു. അങ്ങനെയാവുമ്പോൾ 6 മണി 7 മണിക്ക് നമ്മൾ ജോലിക്ക് പോകേണ്ടിയവരെ സാധിക്കത്തില്ല. 9:30-10 മണിയാകാതെ നേരം വെളുക്കത്തില്ലെന്ന്. അതുകൊണ്ട് അവൻ നിയമം മാറ്റും. സമയം മാറ്റും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവന്റെ വരവ് അടുത്തുനിന്ന്. എന്താണ് അവൻ മാറ്റാൻ പോകുന്ന നിയമം? ലോകത്തിൽ ഇന്നൊരു നിയമമുണ്ട്, ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഒരു ഗവൺമെന്റും നിർമ്മിക്കാത്ത നിയമം, ഒരു മതമോ ഒരു നേതാവോ ഒരു സംഘടനയോ പറയാത്ത നിയമം. ഒരു ഗവൺമെന്റോ സംഘടനയോ സഭയോ മതമോ പറഞ്ഞിട്ടില്ല നിയമം. എല്ലാവരും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു, അല്ലെ ഇരിക്കുന്നു. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, ധനവാനും ദരിദ്രനും, ബുദ്ധിമാനും ബുദ്ധിയില്ലാത്തവനും. നിങ്ങൾ കേട്ടുകൊള്ളുക. സമൂഹത്തിൽ മനുഷ്യർ വെറുക്കുന്ന കൊള്ളക്കാർ, വ്യഭിചാരികൾ, പിടിച്ചുപറിക്കാർ, തീവ്രവാദികൾ, ഇവരും ഈ നിയമം അനുസരിക്കുന്നു. മനഃശാസ്ത്രജ്ഞന്മാർക്കൊരു അത്ഭുത വിഷയം, ജന്മനാൽ മാനസിക രോഗികളായി കറുപ്പേത് വെളുപ്പേതെന്നറിയാൻ മേലാതെ വളർന്നു വരുന്ന മെന്റൽ പേഷ്യൻസ് അറിയാമല്ലോ. അവർക്ക് ഒരു പിടിയുമില്ല, ജന്മനാലേ വരുന്നവർ. അങ്ങനെയുള്ളവരും അനുസരിക്കുന്ന ഒരു നിയമം. ആ നിയമം ഉണ്ടാകാനുള്ള കാരണം ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതിനാൽ മനുഷ്യന്റെ ഉരുത്തിരിയിൽ നിന്നും മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ് സാഹചര്യം അതിനെ വളർത്തിയെടുക്കുന്ന നിയമം. ആ നിയമത്തിന്റെ പേരാണ് ധാർമ്മിക നിയമം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ മോറൽ ലോ. എന്താന്ന് കേൾക്കണമോ? ഒരമ്മ, ഞാൻ ലളിതമായി പറയുകയാണ്, ഗർഭം ധരിച്ച് 9 മാസം ഗർഭം ധരിച്ച് പലവിധ വൈഷമ്യങ്ങൾ ഏറി ഒരു മകനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ പാല് കൊടുത്ത്, അമ്മമാർക്കറിയാമല്ലോ, അതിനെ പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ മകനെ വളർത്തുന്നു. ആ മകൻ വളർന്ന് പ്രായപൂർത്തിയായി. ആ പ്രായപൂർത്തിയായാലും ഈ അമ്മയ്ക്ക് മകനെ എങ്ങനെ കാണാം? നിങ്ങൾ ആശയം മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. ഒരു പിതാവ്, പുരുഷന്മാരെ, നമ്മൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. നാം ആ കുഞ്ഞിനെ നമ്മുടെ മടിയിലെടുത്ത് വളർത്തുന്നു. അതിൻ്റെ ടോയ്ലറ്റ് പിതാവായ ഞാനും നിങ്ങളും മാറ്റുന്നു. ഉമ്മ കൊടുത്ത് വളർത്തുന്നു. ഒരു മകളെ വളർത്തുന്നു. ആ മകൾക്കും 40-40 വയസ്സ് പ്രായമായി. ഈ മകളെ അപ്പൻ എങ്ങനെ കാണും? ഈ മകനെ അമ്മ എങ്ങനെ കാണും? നമ്മൾ വിളിക്കത്തില്ലേ, എൻ്റെ മകൾക്ക് 54 വയസ്സുണ്ട്, എൻ്റെ മകൾക്ക് 56 വയസ്സുണ്ട് മകന്. അവൻ പാസ്റ്റർ അമേരിക്കയിൽ. 54 വയസ്സുണ്ട് മകൾക്ക്. അവർക്കും മക്കളുണ്ട്. എന്നിട്ട് ഞാൻ ഇവരെയൊക്കെ വിളിക്കുന്നേ എടാ മോനെ, എടീ മോളെ എന്നാണ്. നമ്മളെല്ലാം അങ്ങനല്ലേ? എന്നാൽ അത് വേണ്ട. അമ്മയ്ക്ക് മകനെയും അപ്പന് മകളെയും വിവാഹം കഴിക്കാം. നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? നാളെ മുതൽ പത്രം എടുത്ത് നോക്കിക്കോ, അതിന്റെ മുന്നോടി കാണാം. മകളെ പീഡിപ്പിച്ച പിതാവേ. വാർത്ത കണ്ടില്ലേ? കണ്ടിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. കണ്ടിട്ടില്ല, അമ്മച്ചി കൈ പൊക്കി. മകളെ പീഡിപ്പിച്ച പിതാവേ, തുറന്നു പറയുക. മകളേക്ക് ഗർഭണം നടത്തിയ പിതാവേ, മകനുമായി ബന്ധപ്പെട്ട അമ്മ എന്തുകൊണ്ട് ഈ ലോകത്തിൽ വരുന്നു? ഇതാണ് നിഴലാണ്. അത് നിയമമാക്കുന്ന ഒരുവൻ പുറകെ വരുന്നു. അവന്റെ സന്നാഹം കണ്ടോ? 2600 വർഷം മുമ്പ് പറഞ്ഞു, അങ്ങനെ ഒരുവൻ ലോകം ഭരിക്കും. ഇന്നത്തെ ലോകത്തിൽ കുറച്ചുകൂടി വെളിപ്പെടുത്തി കിട്ടി. വായിക്കാം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ട് 7-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 13-1 വായിച്ചിട്ട് 7 വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും. 10 കൊമ്പും 7 തലയും. കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. എന്റെ പ്രഭാഷണം ഇവിടെ കേൾക്കുന്നവരെല്ലാം ദൈവമക്കളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാം ഈ 10 കൊമ്പ് എന്താ, 7 തല എന്താ? മൃഗമാണ് എതിർ ക്രിസ്തു.
അവൻ എങ്ങനെ ഭരിക്കും? വായിക്കാം 7-ാം വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. വായിച്ചേ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും. അതായത് ലോകത്തിലുള്ള സകല ജനതയുടെ മേൽ 6500 ഭാഷ, 8 ലക്ഷം സംസ്കാരം, കറുത്തവർ, വെളുത്തവർ, മഞ്ഞ നിറമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, ധനവാൻ, ദരിദ്രൻ, സമ്പന്നൻ, ശാസ്ത്രജ്ഞൻ, സകലരുടെ മേലും അവൻ അധികാരം കിട്ടും. എഴുതിയോ? ദൈവമക്കൾക്കറിയാമോ, ലോകത്തിൽ നിരപ്പിൽ ഇന്നത്തെ സാംസ്കാരിക ലോകത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് സംസ്കാരത്തിന്റെ ഉച്ചകോടി. ഏകലോക ഗവൺമെന്റ്, വൺ വേൾഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ഇല്ലെന്നല്ല. എല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെ ഈ ലോകം, അടുത്ത ശ്രദ്ധിച്ച് കേട്ടോണം, ഈ ലോകത്തെ നമുക്കൊരു രാജ്യമായി കാണാം. എല്ലാ രാജ്യങ്ങളും ഇരിക്കുമ്പോൾ തന്നെ മിടുമിടുക്കനും നയമുള്ളവനും കഴിവുള്ളവനും പക്ഷപാതമില്ലാത്തവനും അറിവുള്ളവനും പ്രാപ്തനുമായ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാം. അവന് വേൾഡ് റൂളർ എന്ന് പേരിടാം. അവന്റെ കയ്യിലേക്ക് ലോകത്തെ കൊടുക്കാം. ഇത് ലോകത്തിൽ തുടങ്ങിയെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളും ഞാൻ സാക്ഷി. 2025 ജാനുവരി 23 നിങ്ങളുടെ വീട്ടിൽ പേപ്പർ ഉണ്ടെങ്കിൽ പോയി എടുത്ത് നോക്കിക്കൊള്ളുക. 24-ാം തീയതി പേപ്പറിൽ വരും. ലോകത്തിലെ മിക്ക സോഷ്യൽ മീഡിയയിലും വാർത്തകൾ വന്നു. നമ്മുടെ മലയാള മനോരമയിൽ എഴുതിയ ഹെഡിങ് അതിരുകളില്ലാത്ത ലോകം. അവരുടെ ഹെഡിങ്. സംശയമുള്ളവരുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കട്ടിങ് ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. എന്താണെന്നറിയാമോ? സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ലോകരാഷ്ട്ര തലവന്മാർ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഏതെല്ലാം രാജ്യങ്ങൾ നമ്മുടെ വെളിപ്പെടുത്തിയിട്ടില്ല. ലോകരാഷ്ട്ര തലവന്മാർ ഒപ്പുവെച്ചതിന്റെ കർമ്മം 1, അതിർത്തിയിൽ നിന്നും പട്ടാളത്തെ പിൻവലിക്കാം. അതിർത്തികളിൽ യുദ്ധം ഒഴിവാക്കാം. എല്ലാ രാജ്യങ്ങളും പറയുക മിലിറ്ററിയെ ഒഴിവാക്കാം. അടുത്തത് കേട്ടോണം, പൗരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കേറട്ടെ. ഒരു ലോകം കൊണ്ടുവരാം. അതിന്റെ മധ്യസ്ഥത വഹിച്ച യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി മിസ്റ്റർ ഈവ്ലിൻ നിസി പത്രക്കാരോട് പറഞ്ഞ വാക്കാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സൈനിങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേൾക്കണമോ? അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനം. ഗൗരവം മനസ്സിലായോ മാത്യു? അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനം ഒരു ലോകമായിട്ട് വരാം. അപ്പോൾ ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കും. അതിന്റെ ബാക്കി കാര്യം ഞാൻ പുറകെ പറയാം. ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. അതാണ് അതിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം. മനോഹരമായ ഗാനങ്ങൾ പാടുന്ന ഗായകസംഘ ഇപ്പോൾ അവർ പാട്ട് പാടുമ്പം നമുക്ക് സ്തോത്രകാഴ്ച ഇടണം. ഞാൻ അതിഥി പ്രാസംഗികനാ. സ്തോത്രകാഴ്ചയെ കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യം ഒന്നുമില്ല. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവമക്കളോട് മാത്രം. നമ്മൾ കൊടുക്കുന്ന പണം സ്വർഗത്തിൽ എഴുതും. തോമസ് മാമൻ എത്ര കൊടുത്തെന്ന് എഴുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് ഞാൻ പേന കൊണ്ട് എഴുതുമെന്നല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ എഴുതും. പെരുവ കൺവെൻഷന് പോയി തോമസ് മാമൻ എത്ര കൊടുത്തു, ഇപ്പുറത്തെ തമ്പുരാൻ എഴുതും എത്ര കൊടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, അതിലെത്ര വെട്ടിപ്പിടിച്ചു. തീർച്ചയായും തോമസ് എന്റെ പേരാ ഞാൻ പറയുന്നത്. ഞാനിവിടെ അതിഥി പ്രസംഗനാ. ഇവിടെ വന്ന് താന്ന് കയ്യും താത്തിരുന്നാൽ മതി, എൻ്റെ അടുക്ക പാത്രം കൊണ്ടുവരികയില്ല. പക്ഷെ പരിശുദ്ധാത്മാ പറയും, നിനക്ക് എത്ര കൊടുക്കാൻ ഒക്കുമായിരുന്നു, നീ എത്ര കൊടുത്തു. ദൈവമക്കൾ കരങ്ങളെ കുറിച്ച് സന്തോഷത്തോടെ സ്തുതി ചെയ്യും. അതുകൊണ്ട് ഈ അനുഗ്രഹീതനായ ദൈവദാസൻ ഒരു സഭയുടെയോ സംഘടനയോ സപ്പോർട്ടില്ലാതെ വിശ്വാസത്താൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക ബാധ്യത വന്നാൽ നമ്മളോട് കർത്താവ് കണക്ക് ചോദിക്കും. അതുകൊണ്ട് അടുത്ത പാട്ട് പാടുമ്പോൾ എത്ര കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് സ്വർഗത്തിനറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതനുസരിച്ച് കൊടുക്കുക. സാധ്യതയില്ലാതൊരു കൊടുക്കുകയും ചെയ്യുന്നതേ കർത്താവ് സഹായിക്കും. സ്തോത്ര കാഴ്ച എടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും വേഗം മുൻപോട്ട് കടന്നു വരേണ്ടതാണ്. ആ സന്ദർഭത്തിൽ കൊയർ ഒരു ഗാനം ആലപിക്കും. നമ്മുടെ ബഹുമാന്യ പാസ്റ്റർ സ്തോത്ര കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സുവിശേഷ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് പ്രയത്നമുണ്ട്,
ഒരുപാട് ചെലവുണ്ട്. സ്വർഗരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി നമുക്കാകുവോളം കൈത്താങ്ങൽ കൊടുക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. അപ്പോൾ തന്നെ സ്തോത്ര കാഴ്ചയും അർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. സുന്ദരിയേ, നിൻ പ്രിയനെന്തു വിശേഷതയോ. നല്ലൂരിൻ സുന്ദരിയേ, നിൻ പ്രിയനെന്തു വിശേഷതയോ. മറ്റുള്ള പ്രിയരിലെന്തുമേന്മ ആണയിട്ടോതുവാൻ എന്തു നന്മ. മറ്റുള്ള പ്രിയരിലെന്തുമേന്മ ആണയിട്ടോതുവാൻ എന്തു നന്മ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. നിൻ ശിരസ്സു മെച്ചമാ ഉള്ള തങ്കം കൊണ്ടുള്ളതുത്താ. നിൻ ശിരസ്സു മെച്ചമാ ഉള്ള തങ്കം കൊണ്ടുള്ളതുത്താ. കുറുനിരകൾ കാക്കയെ പോൽ കറുത്തും ഭംഗിയിലാകെ ചുരുണ്ടതുമാ. കുറുനിരകൾ കാക്കയെ പോൽ കറുത്തും ഭംഗിയിലാകെ ചുരുണ്ടതുമാ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. പതിനായിരം മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. എൻ പ്രിയൻ കണ്ട
കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ ഉള്ള പ്രാവികൾ തുല്യമേ നന്നായി പാലിൽ കഴുകിയതും ഉള്ള പ്രാവിൻ കണ്ണുകൾ തുല്യമേ നന്നായി പാലിൽ കഴുകിയതും 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. നീട്ടപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി തുടർന്നുള്ള പഞ്ചസൂക്ഷയ്ക്കായി കൃതദാസൻ പി.എസ്. ശാമുവേൽ പ്രാർത്ഥിക്കും. പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഇവിടെ എടുക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കരം നീട്ടി എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമേ. ഈ കൺവെൻഷൻ്റെ ചിലവിലേക്ക് ആവശ്യമായതെല്ലാം നൽകി കർത്താവ് അവരെ മാനിക്കണമേ. തുടർന്ന് അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണം. എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വമായി തീർക്കണം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വേഗം നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 2600 വർഷം മുമ്പേ ദാനിയേൽ പ്രവാചകങ്ങൾ കൂടി പറഞ്ഞു, ഒരുവൻ ലോകത്തെ ഭരിക്കുമെന്ന്. 7 വർഷം. 2000 വർഷങ്ങൾക്ക് മുൻപേ മേലിൽ സംഭവിക്കാനുള്ളത് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് മേലിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയപ്പോൾ 13-ാം അധ്യായത്തിൽ എഴുതി, സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും ഭാഷമേലും എതിർ ക്രിസ്തുവാകുന്ന മൃഗത്തിന് അധികാരം ലഭിക്കും എന്ന്. അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ മുന്നോടിയായി ലോകത്തിലെ ആധുനിക ലോകത്തിൽ ബുദ്ധിയും സംസ്കാരവും ശാസ്ത്രവും നിറഞ്ഞ ഈ ലോകത്തിൽ ഏകലോക സിസ്റ്റത്തെക്കുറിച്ചുള്ള ചിന്ത ബുദ്ധിജീവികൾക്ക് വന്നു. അപ്പോൾ തന്നെ ലോകത്തിന്റെ പാർലമെന്റ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് നല്ലതെന്ന്. വീണ്ടും 2025 എന്ന് പറഞ്ഞ പുതിയ വർഷം ആരംഭിച്ചപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ഉടമ്പടിയിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചു, അതിർത്തികൾ മാറ്റാം, ജനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാർമ്മികത്വം വഹിച്ച യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ മിസ്റ്റർ ഈവ്ലിൻ ന്യൂസി പറഞ്ഞു, ഇത് അടുത്ത തലമുറയ്ക്കുള്ള സമ്മാനം. ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ ഇവൻ വരുന്നതിന്റെ റിഹേഴ്സലും നടന്നു. ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനാൽ നമ്മളും അതിനകത്ത് പങ്കെടുക്കേണ്ടി വന്നു. അത് ഞാൻ പുറകെ പറയാം. എന്നാൽ അവൻ വരണമെങ്കിൽ അതിനു മുമ്പേ ഒരു സ്വർഗീയ നടപടി ഉണ്ടാവും. ആ നടപടിയെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ ഉദ്ദേശം. കാരണം 6000 വർഷം മുമ്പേ തന്റെ സാദൃശ്യത്തിൽ തന്റെ ശ്വാസത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഒരു സത്യം. സയൻസ് അത് തലകുലുക്കി സമ്മതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സ് 26 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും വസിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അപ്പൊ ലോകത്തിൽ നിന്ന് 800 കോടി ജനമുണ്ടെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഒറ്റയപ്പന്റെ മക്കൾ, ആദത്തിന്റെ മക്കൾ. സയൻസും അത് തലകുലുക്കി സമ്മതിക്കും. പല ഭാഷ, പല വൈരുദ്ധ്യങ്ങൾ, പല സംസ്കാരം, പല ജീവിത രീതി, പ്രധാനമായി വെളുപ്പ്, കറുപ്പ്, മഞ്ഞ, ഇളം മഞ്ഞ, ബ്രൗൺ നിറങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഈ മനുഷ്യൻ ഒരപ്പന്റെ മക്കളാണ് സയൻസ് കണ്ടുപിടിക്കാൻ കാരണം. സകല മനുഷ്യരുടെയും DNA ജനിതക ഘടന
ഡെക്സി റൂബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ജനിത ഘടന എല്ലാ മനുഷ്യരുടെയും 99.991, സകലരുടെയും DNA കോഡ് 1. എല്ലാ മനുഷ്യരിലും DNA കോഡ് വെച്ചിരിക്കുന്നത് 46 ക്രോമോസോം മാത്രം, 23 ജോഡി ക്രോമോസോം മാത്രം. തീർന്നില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകും. ഉഷ്ണരാജ്യത്തിലും ശീതരാജ്യത്തിലും അത്യുഷ്ണ രാജ്യത്തിലും എവിടെ ചെന്നാലും മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ നോർമൽ 98.4. സായിപ്പ് വെളുത്താണ് 1 ഡിഗ്രി കൂടുതലില്ല, അതുകൊണ്ട് അവന് പനിയാ. 97 ജീവിക്കാനും ഒക്കത്തില്ല. എല്ലാ മനുഷ്യരുടെയും ബോഡി ടെമ്പറേച്ചർ ഒരുപോലെ. എല്ലാ മനുഷ്യരുടെയും പുരുഷന്മാരിൽ നോക്കിക്കേ സിസ്റ്റം, എല്ലാ സ്ത്രീകളിലും കോമൺ ആയെല്ലാം എല്ലാം കോമൺ. ഹീമോഗ്ലോബിൻ HB പുരുഷന്മാർക്ക് 12-15, സ്ത്രീകൾക്ക് 10-11, എല്ലാം ഒരുപോലെ എങ്ങനെ വന്നു? എല്ലാവർക്കും ബാല്യം, ശൈശവം, കൗമാരം, ഇല്ലേ, യൗവനം, മധ്യവയസ്ക, വാർദ്ധക്യം, ഇങ്ങനത്തെ സിസ്റ്റം. ആരായാലും അത് തന്നെ. എല്ലാ രാജ്യത്തിലെയും അമ്മമാര് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, പാല് കൊടുത്ത് വളർത്തുന്നു, കമന്ന് വീഴുന്നു, പിടിച്ചിരിക്കുന്നു, നടക്കുന്നു, എല്ലാം ഒരുപോലെ. എല്ലാവർക്കും വിശപ്പ്, ദാഹം, വികാരം, വിചാരം, സന്തോഷം, സങ്കടം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇതൊറ്റയപ്പന്റെയാ. അങ്ങനെ ചെയ്തെങ്കിലും നമുക്കറിയാം, തിന്മയുടെ ശക്തി പ്രവേശിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ മനുഷ്യന്റെ തേജസ് പോയി, പാവിയായി. പാപമില്ലാത്ത ഒറ്റ മനുഷ്യൻ ലോകത്തിൽ ജനിച്ചിട്ടില്ല. റോമർക്കെഴുതിയ ലേഖനം 3:23 വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 3:23. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ് ഇല്ലാത്തവരായി. ലോകത്തിൽ പാപമില്ലാത്ത ഒറ്റ വ്യക്തിയില്ല. ജന്മത്തിൽ പാപം, പ്രവൃത്തിയിൽ പാപം. തോമസ് മാമനായ പ്രസംഗിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും നിങ്ങൾ എല്ലാവരും ജന്മത്തിൽ പാപം. നമ്മുടെ അപ്പൻ പാപം ചെയ്തു, ആദാം. അത് ജീനിലേക്ക് വന്നു. നമ്മുടെ സ്വഭാവം നമ്മുടെ മക്കൾക്ക് കിട്ടുമെന്നുള്ള സയൻസ് പഠിപ്പിച്ചിട്ടില്ലേ? എന്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പകുതി എൻ്റെ അമ്മയുടെ, എൻ്റെ ഭാര്യയുടെയും പകുതി എന്റേതും. നാടൻ ഭാഷയെ പറഞ്ഞാൽ നമ്മളല്ല 50-50. ബിസ്ക്കറ്റ് അല്ല, പകുതി പപ്പ പകുതി മമ്മ. കണ്ടില്ലേ മാത്യു ഭാഷയുടെ കഷണ്ടി കണ്ടോ? അദ്ദേഹത്തിന്റെ പിതാവിനെ നിങ്ങൾ കണ്ടോ? സെയിം സ്റ്റെപ്പ. അപ്പോൾ പാപവും കിട്ടി, അതിൻ്റെ കൂടെ പാപവും ചെയ്തു. പാപം ചെയ്താൽ മനുഷ്യൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഇവിടെ തീരാനല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാനാ. ഇതൊരു നേഴ്സറി പോലെ ഇവിടെ വളർത്തി തമ്പുരാൻ ഇവിടെ ആയുസ് നിശ്ചയിച്ചു. ആയുസ് കഴിയുമ്പോൾ ഈ ശരീരം മണ്ണിലേക്ക് പോകണം, ആത്മാവ് ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ ചെല്ലണം. ഇതായിരുന്നു പ്ലാൻ. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ പരിപാടി തീർന്നു. സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. കാരണം പാപം ചെയ്യുന്നവൻ മരിക്കും. അപ്പോൾ ദൈവം സർവശക്തനാണ്. വേണമെങ്കിൽ ഈ മനുഷ്യവർഗത്തെ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് വേറൊന്നിനെ സൃഷ്ടിക്കായിരുന്നു, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു സാധനം മോശമായാൽ നമ്മൾ കളയും. ഇന്ന് രാവിലെ വീട്ടിൽ എൻ്റെ ഭാര്യ ദോശ ഇടാമെന്ന് പറഞ്ഞു, പപ്പ ഇച്ചിരി പുളിച്ചു പോയി. ഞാൻ പറഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു. അത് ചുണണ്ട. നമ്മളൊക്കെ അങ്ങനല്ലേ? അവ മനുഷ്യൻ പാപത്തിൽ പുളിച്ചപ്പോൾ തമ്പുരാൻ കളഞ്ഞിട്ട് വേറെ ദോശ ഇടായിരുന്നു. നല്ല ഒന്നാന്തര അടിപൊളി ദോശ. പാപം ചെയ്യാത്ത മനുഷ്യനെ തമ്പുരാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഇത് എൻ്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ചതാ, ഇത് ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒരു മാലാഖയെ ഇങ്ങോട്ട് അയച്ചില്ല. ഒരു മാലാഖയല്ല ഇങ്ങോട്ട് അയച്ചതേ. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ശക്തി കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന അമ്മച്ചിമാരെ, സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു, അല്ലെ നമ്മുടെ വീടിന്റെ വരാന്തയിൽ നിൽക്കുന്നു. നമ്മൾ ആരോ വിരുന്നുകാർ വന്നു, അല്ലെ മാത്യു പാസ്റ്റർ വന്നു, സംസാരിച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ മഴ പെയ്യുന്നു. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് മുറ്റത്ത് പോയി വീണ് മഴയത്ത് കിടക്കുന്നു. ഏതെങ്കിലും വീട്ടുകാരത്തി പറയുവോ, ഞാൻ എൻ്റെ സാരി വെള്ളം വീഴും, അയൽവക്കത്തെ കുഞ്ഞമ്മ വന്ന് എടുത്തു തരാൻ പറയുവോ? ഏതെങ്കിലും ഒരു പിതാവ് പറയുവോ, എൻ്റെ പാൻസ് എടുക്കാവും, അപ്പുറത്തെ ചാക്കോച്ച എൻ്റെ കൊച്ചൻ വെള്ളത്തിൽ കിടക്കുന്ന എടുക്കാൻ നമ്മൾ ചാടി ഇറങ്ങുവോ? അങ്ങനെ മനുഷ്യരായി നമ്മൾ ചാടി ഇറങ്ങുമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചവനെ ദൈവം പറഞ്ഞു, എൻ്റെ സൃഷ്ടി പാപത്തിൽ കിടക്കുന്നതിനാൽ ഞാൻ അവനെ എടുക്കുവാൻ ഞാൻ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വന്നതാണ് യഹോവയായ ദൈവം, ഇറങ്ങി വന്നതാണ് യേശു തമ്പുരാൻ. അത് ദൈവം തന്നെയാ, യഹോവയായ ദൈവം തന്നെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുന്നത് വിചാരിക്കാതെ ദാസരൂപമെടുത്തു.
മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി. എന്താ ദൈവമായിട്ട് വരാഞ്ഞ്? നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചേ. മാത്യു ഭാഷ ഞാൻ അഭിനന്ദിക്കുന്ന അട്ടൽ ഒന്നാമതൊരു സ്റ്റേജാണ്. ഇപ്പം തന്നെ 4 5 ഞങ്ങളൊരു 15 പേരോട് നിൽപ്പുണ്ട്. അതിൽ ഏറ്റവും വെയിറ്റ് കുറവുള്ളവനും പ്രായമുള്ളവനും ഞാനാണ്. ബാക്കിയെല്ലാം നല്ല ചെറുപ്പക്കാർ കുട്ടന്മാരാണ്. ഞാൻ മാത്രം 87 കിളവനാണ്. ബാക്കിയെല്ലാം നല്ല മിടുക്കരാ. ഇവരെല്ലാം കൂടെ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്ത് ആടത്തെ ഈ സ്റ്റേജ് പോകത്തില്ല. നമുക്കറിയാം, അത്ര ഉറപ്പാ. നല്ല സ്റ്റേജാ. എന്നാ ഞാൻ ചോദിച്ചോട്ടെ, ഒരാനയും ഇങ്ങോട്ട് കയറ്റി വിടാവൂ? ആന വരും, നാളെ സ്റ്റേജ് ഇവിടെ കാണത്തില്ല. അപ്പൊ ഒരാനയ്ക്കിതേ വരാൻ മേലെങ്കിൽ ഈ പ്രപഞ്ചത്തെ 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഈ മിൽക്കി വേ ഉൾപ്പെടെ 1000കണക്കിന് ഗാലക്സിയുള്ള ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവത്തിന് ആകാരത്തിൽ വന്നാൽ ഭൂമിയില്ല. അതിനാണ് ദൈവം മനുഷ്യനായത്. അത് മതം സ്ഥാപിക്കാനല്ല, സഭ സ്ഥാപിക്കാനല്ല, അതിനൊന്നുമല്ല. പാപത്തിൽ വീണ മനുഷ്യനെ രക്ഷിക്കുവാൻ തന്റെ സ്നേഹം വെളിപ്പെടുത്തി സ്വന്തം രക്തം കാൽവരി ക്രൂശിൽ ഊറ്റിയപ്പോൾ മനുഷ്യൻ പാപത്തിൽ നിന്ന് മാറി. മനോഹരമായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി. യേശു തമ്പുരാനെന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ദൈവമല്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാ. ഒരു സഭയുടെ ദൈവമല്ല, ക്രിസ്ത്യാനികളുടെ സ്വത്തല്ല. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഏക പരിഹാരം വായിക്കാം. 1 യോഹന്നാൻ 1:8 വായിച്ചിട്ട് 1 യോഹന്നാൻ 1:7 വായിക്കണം. ആദ്യമേ 1 യോഹന്നാൻ 1:8, 2 1:7. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപമില്ലെന്ന് ആർക്കെങ്കിലും പറയാനൊക്കുവോ? ഇല്ല. ഒത്തിരി വിശുദ്ധന്മാര് കൂടി ഒരു പെങ്കൊച്ചിനെ കൊണ്ട് കർത്താവിന് മുമ്പിൽ നിർത്തി. ഒത്തിരി വിശുദ്ധന്മാരായിരുന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, പച്ചയ്ക്ക് പച്ച തൊണ്ടി പിടിച്ചു വിചാരം ചെയ്തു. ന്യായപ്രമാണത്തിന്റെ ഇത്രാമത്തെ പേജിന് ഇത്രാമത്തെ ലൈനിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. നീ എന്നാ പറയുന്നു? കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിന് ഇത്രാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, കല്ലെടുക്കാൻ പറഞ്ഞു. എല്ലാവരും കല്ലെടുത്തപ്പം 1 2 3 അറിയാൻ പോവുക. കർത്താവ് പറഞ്ഞു, കല്ല് കയ്യിലോട്ടോ ഉണ്ടേ. ഒരു കാര്യം, പാപമില്ലാത്തവന് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു. ആദ്യം വന്നോ പറഞ്ഞു, എൻ്റെ കൊച്ചിന് സുഖമില്ല, ഞാൻ പോവുക. രണ്ടാമത് വന്നോ പറഞ്ഞു, ഭാര്യ വിളിക്കുന്നു, പോവുക. എല്ലാം പോയി, ഒറ്റയെണ്ണ അവിടെ നിന്നില്ല. എന്താ ഈ പറഞ്ഞപ്പം അവന്റെ ഈ കല്ലെറിയാമെന്ന പുള്ളികൾ ചെയ്ത പാപമെല്ലാം മുമ്പിൽ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചി. ഇനി 7-ാം വാക്യം വായിക്കാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അടുത്ത വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവമക്കളെ, ലോട്ടറി അടിക്കുന്നത് ഭാഗ്യമാ, നല്ല ജോലി കിട്ടുന്നത് ഭാഗ്യമാ, വിദേശത്ത് പോകുന്നത് ഭാഗ്യമാ, രാഷ്ട്രീയ സ്ഥാനത്ത് വരുന്ന ഭാഗ്യമാ, മന്ത്രിയാകുന്നത് ഭാഗ്യമാ, എല്ലാം ഭാഗ്യമാ, വാഹനം കിട്ടുന്നത് ഭാഗ്യമാ. എന്നാൽ ആ ഭാഗ്യം മുഴുവൻ ഈ ലോകത്തിൽ തീരുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ബാക്കി ഭാഗ്യങ്ങളൊക്കെ നല്ലതാ, പക്ഷേ ശവപ്പെട്ടിക്കപ്പുറം വരുന്ന ഒറ്റ ഭാഗ്യവും ഈ ഭൂമിയിലില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാലും, ഈ രാജ്യത്തിന്റെ മന്ത്രിയായാലും, ഇവിടുത്തെ സഭയുടെ അധിപനായാലും, കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ഏവനും മരിച്ചു കഴിയുമ്പോൾ ഒന്നും പുറകെ വരത്തില്ല. എന്നാൽ യേശുവിന്റെ രക്തത്താൽ പാപക്കറ മാറിയാൽ ആ ഭാഗ്യം തുടങ്ങുന്നത് ഈ ലോക ജീവിതം തീരുമ്പോഴാണ്. അതാണ് കർത്താവിന്റെ ദൗത്യം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്, പാപത്തിന് ഒത്തിരി അടയാളങ്ങളുണ്ട്, അതൊന്നും പറയാൻ നേരമില്ല. പാപമുണ്ടോ എന്നറിയാൻ ഒരൊറ്റ പരിപാടിയുള്ളൂ. നമ്മൾ ടെമ്പറേച്ചർ നോക്കത്തില്ലേ, BP നോക്കത്തില്ലേ? BP നോക്കാൻ നമുക്കറിയാം. BP നോക്കി ഡയസ്റ്റോളിക് സിസ്റ്റോളിക് BP നോക്കാൻ അറിയാമല്ലാത്ത കുഞ്ഞുങ്ങൾ പോലും ഇല്ല, വീടുകളെല്ലാം ഉണ്ട് അല്ലേ? 80 110 നോർമൽ. അതിൽ മേലോട്ട് പോയാൽ സംഗതി കുഴച്ചില്ല, ആംബുലൻസ് വിളിക്കണം. പാപമുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്നറിയാവോ? ഒന്ന്, സമാധാനം കാണത്തില്ല, സമാധാനമില്ല, സംഗതി പാവമാണ്, സ്വസ്ഥതയില്ല, എവിടെ സംശയം, എവിടെയും ഭയം, എത്ര അധ്വാനിച്ചിട്ടും അങ്ങോട്ട് കയറി വരുന്നില്ല. നന്നാ താമസിച്ച കിടപ്പാൻ പോവും, കടനെ പറയുന്നു, ഉപയോഗിക്കുന്നു, വ്യർത്ഥം. എന്താ? പാപമാണ്, പുറകിൽ തിന്മയുടെ ശക്തിയാ. സകല എത്ര അധ്വാനിക്കുന്നു, എത്ര പണം കൈ കയറി വരുന്നില്ലേ, എല്ലാം പോവുകയല്ലേ. എന്താ സുഹൃത്തെ? പാപമാണ്.
കാരണം മറ്റൊരു ശക്തി ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുക, തിന്മയുടെ ശക്തി. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായാൽ പാപത്തിന് ഒരു ബന്ധവുമില്ല. ലോകത്തിൽ ധനം കണ്ടെടുക്കില്ലെന്ന് വരാക്കാം, ലോകത്തിൽ ചെറിയ വീടായിരിക്കാം, പക്ഷെ ചെറിയ ഭവനമായിരിക്കാം, സൗന്ദര്യം കുറവായിരിക്കാം, അലങ്കാരം കുറവായിരിക്കാം, പക്ഷെ അവനൊരു വലിയ ഭാഗ്യമുണ്ട്. എന്നറിയാവോ? അവന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ സന്തോഷം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണ് യേശുവിന്റെ രക്തത്താൽ പാപക്കറ ലഭിച്ചവർക്കുള്ള പരമഭാഗ്യം. ഇവിടുത്തേതല്ല, ഇതെല്ലാം ഒരു ടോക്കണാ. വായിക്കാം, ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. യെസ്, മതി. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. എന്താണ് അതിന്റെ ആ വാക്കിന്റെ അർത്ഥം? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രേക്ഷകരെ, നിങ്ങൾക്കും എനിക്കും അല്ല ഇന്ത്യൻ പൗരത്വമുണ്ട്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാ. എന്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാ. ഞാൻ ഇന്ത്യക്കാരനാ, നിങ്ങളും ഇന്ത്യക്കാരാ. നമുക്കിവിടെ വോട്ടവകാശമുണ്ട്, നമുക്കിവിടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമ്മുടെ പേരുണ്ട്, നമ്മുടെ വീട് നമ്മുടെ പേരിൽ ആധാരം ഇല്ലേ? ഇതൊക്കെ സത്യമല്ലേ? നമ്മൾ കരമടയ്ക്കുന്നത് നമ്മുടെ പേരില്ല, ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ നമ്മുടെ പേരില്ല, വേറെ ഒരുത്തരും എടുക്കത്തില്ല, ഒരു കുഴപ്പമില്ല. അപ്പം പൗരത്വം, ഇന്ത്യൻ പൗരന്മാർ വളരെ നല്ലത്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ആർക്കാ പൗരത്വം? തോമസ് മാമനല്ല പൗരത്വം. എൻ്റെ ശരീരത്തിനേ ഉള്ളൂ പൗരത്വം, എൻ്റെ ആത്മാവിന് പൗരത്വം ഇവിടെ ഇല്ല. തെളിവെന്നാ? ഞാൻ മരിച്ചു കഴിയുമ്പം എല്ലായിടത്തെയും പേര് കിട്ടും. പഞ്ചായത്തിൽ നിന്ന് ആദ്യം പേരെടുത്ത് ദൂരക്കളയും, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് ദൂരക്കളയും. ശരിയാണോ? ബാങ്കിൽ കാശ് ഇടപെടെ പോക്ക എടുക്കാനൊക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പോയി, നോമിനി ഇല്ലെങ്കിൽ. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടും, പഞ്ചായത്തിൽ നിന്ന് പേര് വെട്ടും, സഭയിൽ നിന്ന് പേര് വെട്ടും, ജോലി സ്ഥലത്ത് നിന്ന് പേര് വെട്ടും. ആർക്കാ? അപ്പൊ പൗരത്വം ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാന്നറിയാമോ? അവന് സ്വർഗത്തിൽ പൗരത്വം. മരിക്കുന്നതാരും മരിക്കും, എപ്പോഴും മരിക്കും. എനിക്ക് കഴിഞ്ഞ ആഴ്ചയുടെ ഒരു ഡോക്ടർ മരിച്ചു. എനിക്ക് അഭിമാനമുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരനാണ്. നിങ്ങളൊക്കെ പേപ്പർ വായിച്ചു കാണും. ഞങ്ങളുടെ ഫാമിലിയാ. KM ചെറിയാൻ 10,000-കണക്കിന് ആളുകളുടെ ഹൃദ്രോഗം ഓപ്പറേറ്റ് ചെയ്ത് ദൂരക്കളഞ്ഞവന്. പന്തമ്മാടമാടുന്നത് പോലെ ഹാർട്ട് മാറ്റിവെച്ച പുള്ളിയാ. മദ്രാസ്, ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അദ്ദേഹത്തിന്റെ ഫാമിലി പേരിൽ ഞാൻ ഒരു ചെങ്ങന്നൂർ ഹോസ്പിറ്റലുണ്ട്. ഇത് പത്മശ്രീ കിട്ടിയ ആളാ. എന്തിനാ? കാർഡിയാക് സ്പെഷ്യലിസ്റ്റ്, ഹൃദയ വിദഗ്ധൻ, ഹൃദ്രോഗ വിദഗ്ധൻ. കുഞ്ഞുങ്ങൾ പന്ത് കളിക്കുന്ന പോലെ മനുഷ്യഹൃദയം കൈയാളിയവനാ. പക്ഷെ കഴിഞ്ഞ ആഴ്ചയില് ബാംഗ്ലൂർ ഒരു കല്യാണത്തിന് പോയി, കുഴഞ്ഞു വീണ ആള് പോയി. ഞങ്ങളുടെ കുടുംബക്കാരനാ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഫ്യൂണറൽ ചെന്നൈയിൽ. ഹൃദയം കയ്യാളിയ പുള്ളിയും ഈ ലോകം വിട്ട് കടന്നു പോകും. എല്ലാവരുടെയും ആയുസ് നമുക്കറിയാം. എന്നാൽ ആത്മീയനൊരു കാര്യമുണ്ട്, ശരീരം വിട്ടാലും അന്നേരം ആ ശരിക്കുള്ള പൗരത്വം കിട്ടുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതിന്റെ തെളിവെന്താ? അതിനൊരു തെളിവ് കയ്യിലുണ്ട്. ഞാൻ ഇന്ത്യക്കാരനെന്ന് തെളിവ് എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, എൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാ. സ്വർഗത്തിൽ പൗരത്വമുണ്ടെങ്കിൽ അതിന്റെ ആധാർ കാർഡുണ്ട്. സ്വർഗത്തിലെ ശക്തി പകർന്നിരിക്കും. ഇവിടെ പാടുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രസംഗിക്കുന്നത്, ആരാധിക്കുന്ന ശക്തി സ്വർഗത്തിലേതാണ്. അത് സ്വർഗീയ പൗരന്മാർക്ക് മാത്രം, വേറെ ആർക്കും ആ ശക്തിയില്ല. ആ ശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അറിയാവുന്നവർക്കത് പറയാം, എനിക്ക് സകലത്തിലും മതി. ഫിലിപ്പിയർ 4:13. ആ ശക്തിയുള്ളവർ, സ്വർഗത്തിൽ പൗരത്വമുള്ളവർ ഇവിടെ ഇരിക്കുമ്പോൾ ഇവന് കയറി വരാൻ ഒക്കത്തില്ല. കാരണം അവൻ നോക്കിക്കേ, ഈ ലോകത്തിൽ ആറ്റം ശക്തികൾ, ലോകത്തിലെ ധനവാന്മാരുടെ ശക്തി, ലോകത്തിന്റെ പോലീസായ അമേരിക്കയുടെ ശക്തി, വിപ്ലവത്തിന്റെ നാടായ റഷ്യയുടെയും ചൈനയുടെയും ശക്തി, ഓയിലിന്റെ നാടായ ഗൾഫുകാരന്റെ ശക്തി, സംസ്കാരത്തിന്റെ ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരമുള്ള ഇന്ത്യയുടെ ശക്തി, ഈ ശക്തികൾ, ശാസ്ത്രീയ ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ, ഈ ശക്തികളൊന്നും കളിക്കാൻ ചെല്ലാത്ത ഒരു സ്ഥലമാണ് സാത്താന്റെ ശക്തി. അങ്ങോട്ട് ഈ കളി ഒന്നും നടക്കത്തില്ല. അവൻ ശക്തനാ. പക്ഷെ അവനെ പേടിയുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് ആറ്റം ബോംബല്ല,
അത് ചൈനക്കാരനെയല്ല, അവൻ ജപ്പാക്കാരനെയല്ല, അവന് പേടിയുള്ളത് സ്വർഗത്തിലെ ശക്തിയുള്ളവരെയാണ്. അതുകൊണ്ടാണ് യാക്കോസ്ലീഹ പറയുന്നത്, പിശാചിനെ കണ്ട് ഓടലാന്നല്ല, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എങ്കിൽ അവൻ നിങ്ങളെ വിട്ടേച്ച് ഓടിപ്പോകും. അവന് നമ്മളെ ആ പേടി അറിയാവോ? കാരണം എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ശക്തി സർവശക്തനായ നിത്യനായ ദൈവത്തിന്റെ ചൈതന്യമാണ്. അതുകൊണ്ട് ആ ശക്തി ഇവിടെ ഉള്ളപ്പോൾ അവന് വരാൻ സാധിക്കത്തില്ല. 2 തെസ്സലോനിയർ 2:7 പറയുന്നുണ്ട്, നമ്മൾ എടുക്കണ്ട. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും, അപ്പോൾ അധർമ്മം. അപ്പോൾ സ്വർഗത്തിൽ ടൈമായി. എന്തിനാ? തൻ്റെ മക്കളെ ചേർക്കാൻ. അത് ഞാൻ ഒടുവിൽ ഫോട്ടോഗ്രാഫ് സഹിതം ഉദാഹരണത്തിനാ കൊണ്ടുവന്നതിനോട് ഞാൻ സാധാരണ കൊണ്ടുപോകുന്നല്ല, ഇന്ന് എനിക്ക് ഓർമ്മ വന്നത് എടുക്കണമെന്ന്. കയ്യിലുണ്ട്, ഒടുവിൽ കാണിക്കാം. എങ്ങനെയായി പോയി കഴിഞ്ഞത്തെ ലോകം എന്നതാണ്. കർത്താവ് വന്ന് ഈ സഭ എടുക്കപ്പെടുന്നു. സഭയെന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തുകാർ എടുക്കപ്പെടുന്നു, ഇന്നവരെന്നല്ല. രക്ഷയുടെ അനുഭവമുള്ള, വീണ്ടും ജനിച്ചിട്ടുള്ള, കർത്താവിന്റെ രക്തത്തിൽ പാപക്കറ മാറിയിട്ടുള്ള, നോക്കിക്കേ, വെറുതെ ഒന്നും കയറി പോകാൻ ഒക്കത്തില്ല. പാരമ്പര്യമോ കുടുംബമഹിമയോ പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. അങ്ങനെ പറയാനായിരുന്നെങ്കിൽ നമ്പർ 1 ഞാനാ. എനിക്കറിയാം ഒരു പണിയും നടക്കത്തില്ല. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ ഈ പണിയൊന്നും നടക്കത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല നീ കുഞ്ഞെ വരത്തില്ല. വീണ്ടും ജനിക്കണം, അവന്റെ കൽപ്പന അനുസരിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം, ആത്മാവിൽ ആരാധിക്കണം, പാപത്തോട് പോരാടണം, കർത്താവിന് വേണ്ടി കാത്തിരിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ, അതാണ് തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വരും. നിങ്ങളെല്ലാവരും ഈ കർത്താവിന്റെ ദാസന്മാരിവിടെ എന്നെ വിളിച്ചവരല്ല എന്നെ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ 7:15 വരുമെന്ന്. ഞാൻ ഫോണിൽ ഇവരെല്ലാം മാറി മാറി വിളിച്ചു, ഒരു രക്ഷയില്ല. എന്നാ ഇവര് പാട്ടിനകത്താ. ഞാൻ ഇങ്ങ് വന്നു, വണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനാ. കാരണം അവർ കാത്തിരുന്നു എനിക്ക് വേണ്ടി. ഞാൻ 7:15 വരുമെന്ന് പറഞ്ഞു, 7:15 വന്നു. ഇതുപോലെ കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഏതാ? കർത്താവ് വരാൻ. കർത്താവ് വരാൻ കാത്തിരിക്കുന്നവർ മാത്രം മലങ്കത്തെ കരയൊന്ന് ഉയർത്തിക്കേ. എനിക്ക് ഒത്തിരി വിശദീകരിക്കാനൊക്കെ സമയമില്ല. ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്, ഞാനേ അത് വിശദീകരിക്കത്തില്ല, ഞാൻ പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഞാൻ ഏത് രാജ്യത്ത് ഏതോടെ പ്രസംഗിക്കാൻ പോയാലും ഇതുപോലെ ചെയ്തിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെയും, ഇവിടെ അധികം ഒന്നും കാണാൻ മേല, ഈ ഫ്രണ്ടിൽ പകുതി കാണാം. ഇത്രയും എൻ്റെ പ്രേക്ഷകരുടെ മുഖത്തോക്ക് ഞാനൊന്ന് നോക്കും. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ പ്രായം ഒന്ന് കണക്ക് കൂട്ടാനാണ്. കല്യാണാലോചനയൊന്നും എല്ലാ പണിയൊന്നും എനിക്കില്ല. എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എവിടെല്ലാം ചെയ്താലും ഒരു കുഴപ്പമില്ല. അല്പം മനഃശാസ്ത്രവും കണ്ണിൻ്റെ അടിയും കവിളും തമ്പുരാൻ തന്ന പല്ല്, ആ 2 നില കയറി മേടിച്ച പല്ലല്ല, തമ്പുരാൻ തന്ന പല്ലും കണ്ട പ്രായം അറിയാം. നിങ്ങളെ എല്ലാം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം. എന്നാ അറിയോ? ഇതിനകത്തിരിക്കുന്ന ഒറ്റ എണ്ണത്തിനും പെട്ടി വേണ്ട. വചനപ്രകാരം ജീവിച്ചാൽ സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. എന്നാൽ വചനം പറയുന്നു, ലോകത്തിലെ രാഷ്ട്രീയ സംഭവം പറയുന്നു, ഇസ്രായേൽ വിളിച്ചു പറയുന്നു, ഈ തലമുറയിൽ എന്റെ കർത്താവ് ആകാശങ്ങളിൽ വരും, തേജസ്സിൽ വരും, ഞാനും നിങ്ങളും രൂപാന്തരപ്പെടും. ആ രൂപാന്തരത്തെ കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഞാനും നിങ്ങളും രൂപാന്തരപ്പെടാൻ പോകുക, അതിനുള്ള സമയമായി. നോക്കിക്കേ, അത് കഴിയുമ്പോൾ മാറിക്കഴിയുമ്പോൾ മറ്റേ പുള്ളിയും വരും. ഇവിടെ നമുക്ക് എവിടെ ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ചു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടെന്ന് സങ്കല്പിച്ചു. വൈകുന്നേരം ഭക്ഷണം കഴിച്ചു, അതിന്റെ വേസ്റ്റ് നമ്മൾ വിട്ടേച്ച് പോയി, അവിടെ ഇട്ടെന്ന് വിചാരിച്ചു. നമ്മളെല്ലാം പോയി, നമ്മളെല്ലാം മാറിക്കഴിഞ്ഞൊരു കൂട്ടരിങ്ങി വരും. ആരും ക്ഷണിക്കണ്ട, മണം അങ്ങ് ചെല്ലും. ഇല്ല, അറിയത്തില്ലേ മോളെ? ഒരു സാധനം ഇങ്ങ് വരും. അതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് യേശുവിൽ കൂടി രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ്. ഏറ്റവും ഭാഗ്യമുള്ളവരാ, അവര് വിശുദ്ധരാ. അവരെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വേസ്റ്റാ. ആ വേസ്റ്റ് എടുക്കാൻ ഒരുത്തൻ എത്തിക്കഴിഞ്ഞു. അവൻ ഭരിക്കുമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ റിഹേഴ്സൽ മനോഹരമായി നടത്തി. ബുദ്ധിയുള്ളവർക്കറിയാം. ഈ പാട്ട് പാടുന്ന സഹോദരന്മാരെ ആ മോളും പാടി, അവർ ഓടിക്കേറി പാടിയതല്ല. എത്ര ദിവസം വീട്ടിൽ ഇരുന്ന് പാടി കാണും അല്ലേ? പാടിയില്ല, അതോ ആദ്യമാണ്. റിഹേഴ്സൽ കഴിഞ്ഞ 26-ാം തീയതി ഡൽഹിയിൽ കണ്ടില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ റിഹേഴ്സൽ. ഏതാ റിഹേഴ്സലായി? റിപ്പബ്ലിക് ദിന പരേഡ്. ഓടിയല്ല, മാസങ്ങൾക്ക് മുമ്പ് റിഹേഴ്സൽ. മാസങ്ങൾക്ക് മുമ്പ് റിഹേഴ്സൽ.
നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോ ചർച്ചിലോ ഒരു സ്കിറ്റ് അങ്ങോട്ട് അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? റിഹേഴ്സൽ. വീട്ടിൽ റിഹേഴ്സൽ, എല്ലാത്തിനും റിഹേഴ്സൽ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചെന്നാൽ വിവാഹം അല്ല പ്രധാനം. നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ചെന്ന് നോക്കണം, വിവാഹമല്ല പ്രത്യേകത, തലേദിവസം റിഹേഴ്സലാണ്. ടിപ്പിക്കൽ വിവാഹം പോലെ വിവാഹം നടത്തേണ്ടി അതേ സ്ഥലത്തെ നടത്തുന്ന ശുശ്രൂഷകൻ നടത്തുന്ന വേഷമിട്ട് വരണം. മണവാളനും മണവാട്ടിയും വിവാഹ വേഷം ധരിച്ചു വരണം. തോഴ്മക്കാർ അതുപോലെ വരണം. ആ വിവാഹത്തിന് എങ്ങനെ മാർച്ച് ചെയ്യുന്നോ അതുപോലെ ചെയ്യണം. വിവാഹത്തിന് കൊടുക്കുന്ന അതേ സ്റ്റാൻഡേർഡ് ഭക്ഷണവും കൊടുക്കും. അപ്പൊ കല്യാണത്തിന് 3-2. റിഹേഴ്സലിനൊന്ന്, കല്യാണത്തിനൊന്ന്. റിഹേഴ്സൽ നോക്കിക്കേ. എതിർ ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നു. എന്താ? ഒന്നുകൂടെ വായിച്ചേ. വെളിപ്പാട് 13:7. അതാണ് റിഹേഴ്സൽ. വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. സകല ലോകത്തിലെ സകല ഗോത്രത്തിന്റെ മേൽ അവൻ അധികാരം. 6500 സംസാര ഭാഷ, 8-10 ലക്ഷം സംസ്കാരം. ധനവാൻ, ദരിദ്രൻ, സമ്പന്നൻ, ശാസ്ത്രജ്ഞൻ, ഭരണാധികാരി, സംസ്കാരക നായകന്മാർ, എല്ലാവരുടെ മേലെ അവൻ അധികാരം. സമൂഹത്തിലെ സകല പുള്ളികളെ അവൻ നിയന്ത്രിക്കാൻ സാധിക്കുമോ? റിഹേഴ്സൽ കണ്ടോ? വേറെ മാർഗത്തിൽ തെളിയിച്ചു. 2019 മുതൽ 2023 വരെ ലോകത്തിൽ തെളിയിച്ചു. നമ്മൾ തുണി കഴുകാൻ മേടിക്കുന്ന 501 സോപ്പുണ്ടല്ലോ പഴയത്, ആ സോപ്പ് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് സോപ്പ്, നമ്മൾ കുളിക്കുന്ന ആ 30 രൂപയുടെ സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ കെപ്പില്ലാത്ത ഒരു വൈറസ് കൊറോണ കുട്ടൻ എല്ലാത്തിനെയും ഒറ്റ കൊടക്കിഴി കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടോ? തെളിയിച്ചു തരാം. ഒറ്റ കൊടക്കിഴി കൊണ്ടുവന്നു. യാത്ര മുഴുവൻ കംപ്ലീറ്റ് നിർത്തിയോ? റോഡിൽ കൂടിയുള്ള കാൽനട യാത്ര പോലും തീർന്നോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആ പ്രോട്ടോകോൾ അനുസരിച്ചാ ചെയ്തത്. ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇത് പരക്കുന്നതാ, ശ്രദ്ധിക്കാൻ പറഞ്ഞു. റോഡിൽ കൂടെയുള്ള ആൾ പോകുന്നില്ലേ? എയർപോർട്ടുകൾ ശൂന്യമായോ? 2200 ഫ്ലൈറ്റ് പൊങ്ങുന്ന അറ്റ്ലാന്റയിലെ ജോർജിയയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ ചെറിയ എയർപോർട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ജമ്മുവിലെ വരെ ശൂന്യം. റെയിൽവേ പാളത്തിൽ കൂടെ അനക്കമില്ല. പൊതുലോകത്തിൽ കൂടി ഒരു സൈക്കിൾ യാത്രക്കാരനുണ്ടായോ? യാത്ര നിർത്തിയോ? ഒരുവൻ കൺട്രോൾ ചെയ്യുവോ? ഒരു കൊറോണയുടെ പേരിൽ കൺട്രോൾ ചെയ്ത് കണ്ടോ? യാത്ര മുഴുവൻ നിന്നോ? തീർന്നില്ല. ആഘോഷങ്ങൾ മുഴുവൻ നിന്നോ? ഗെറ്റ് ടുഗദർ മുഴുവൻ നിന്നോ? ഒന്നിച്ചു കൂടുന്ന പരിപാടി നിർത്തിയില്ലേ? സകല മതങ്ങളുടെയും സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ നിന്നോ? വിവാഹ ആഘോഷം നിന്നോ? അനുഭവിച്ചവരല്ലേ നിങ്ങൾ ഞാനും. 1500 പേർ പങ്കെടുത്ത വിവാഹ ശുശ്രൂഷ ഞാൻ ആശീർവദിച്ചിട്ടുള്ളേ. അതേ സ്ഥലത്ത് 30 പേര് വന്നു ഒരു കല്യാണത്തിന്. 31ാമത് വന്നപ്പം എന്നോട് പറഞ്ഞ പോലീസുകാരനെന്ന് പറയാൻ കയറ്റിവിടാൻ. വിവാഹങ്ങൾ ഒതുങ്ങിയോ? നിങ്ങൾ ഞാനും അതിന്റെ ഭാഗമായില്ലേ? ഈ ലോകത്തിൽ ജീവിച്ചപ്പം തീർന്നോ? അതിഥികൾ ആരേലും വീട്ടിൽ വന്നോ? നമ്മൾ ആരുടെയും വീട്ടിൽ പോയോ? ആരേലും മരുന്നെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നില്ലേ? വരാൻ കണ്ട നേരം. ശരിയാണോ? അളിയനെ ഇത് വന്നപ്പം വരാന്ത ചോറ് കൊണ്ട് കൊടുത്ത ചോടിപ്പോയില്ലേ? പറ, നിങ്ങൾ പറ, സംഭവിച്ചോ? സകല കടകളും അടച്ചോ? എന്തോ ഒരു ഭീതി വന്നില്ലേ അമ്മാമേ? അന്ന് മേടിച്ച ചെറുപയർ ഇപ്പോൾ ഇരിപ്പില്ലേ? സംഗതി സത്യമാണോ ഞാൻ ഈ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇതുകൊണ്ടൊന്നും ആയില്ല. പുറമേ കേട്ടാ മനോഹരം. അവന്റെ ശരിക്കുള്ള കോള് വന്നു. വേല എവിടാ? വർക്ക് ഓൺ ഹോം. ഓ, എന്നാ സന്തോഷമല്ലേ കേൾക്കാൻ. എവിടെയാ? വർക്ക് ഓൺ ഹോം. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുക. പക്ഷെങ്കിലേ ലോകത്തിലെ സകല രാജ്യത്തിലുള്ള നിയമമുണ്ട്. ഒരാൾക്ക് 8 മണിക്കൂറേ ജോലി ചെയ്യാവുള്ളത്. വർക്ക് ഓൺ ഹോം എപ്പോഴാണെന്നറിയാവോ? രാവിലെ 6 മണിക്ക് തുടങ്ങും. കേട്ടോണം. വൈകിട്ട് 8 മണി വരെ. മണിക്കൂർ എത്രയായി? ഓർട്ടയുണ്ടോ? ഇല്ല. ഒരേ ഇരിപ്പേ. അവന്റെ ബുദ്ധി മുഴുവൻ ഊറ്റിയെടുത്തു. അവന് ഭാര്യയും കാണുക, അവർക്ക് ഭർത്താവിനെയും കാണുക, മക്കളെയും കാണുക. ശരിയാണോ? വർക്ക് ഓൺ ഹോംകാരെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. ഞാൻ പച്ച പരമാർത്ഥം തുറന്നു പറയുക നിങ്ങളുടെ മുമ്പിൽ. എൻ്റെ മകൾ ചിക്കാഗോയിലുണ്ട്. ഞാൻ അന്ന് അവിടെ മേളത്തെ ഹോമിൽ, അവൾ മുറി വേല ജോലി. ഞാനും ഭാര്യയും താഴെ. അവൾ 7 മണിക്ക് കയറും ജോലിക്ക്.
8:30 ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എവളൊന്നും കഴിച്ചിട്ടില്ല. ഞാനും അപ്പനും അമ്മയല്ലേ, അവൾക്ക് കൊണ്ട് കൊടുക്കുന്ന ഞാനാ. ഏതാ മീലത്തെ നിലയിൽ കയറണം, അതിന് ഭാര്യയ്ക്ക് പറ്റത്തില്ല. ഞാൻ കൊണ്ട് രാവിലത്തെ റൊട്ടിയും ഒട്ടയും കൊണ്ട് കൊടുക്കും. ഉണ്ടോ എന്നോ ഇവളിങ്ങനെ ലോകരാജ്യങ്ങളുമായിട്ട് ഇങ്ങനെ കണക്റ്റഡാ. ലോകത്തിലെ അവളുടെ ജോലിയാ 10-30 രാജ്യങ്ങളുമായിട്ട് സംഭാഷണങ്ങൾ കാര്യങ്ങൾ നടത്തണം. മുട്ടുസൂചി താഴെ വീണാനൊക്കത്തില്ല. ഞാൻ പതുക്കെ കൊണ്ട് കൊടുത്തു വെച്ചപ്പോൾ അതുപോലെ ഇങ്ങ് വരും. 12 മണിയാകുമ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ ചെല്ലും. ഇവൾ അന്നേരം അതേ ഇരിപ്പാ. അന്നേരം ഞാൻ രാവിലത്തെ പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് ഉച്ചക്കത്തെ ചോറ് കൊണ്ട് കൊടുക്കും. നടന്ന സംഭവമാ. വൈകിട്ട് 8 മണിയാകുമ്പോൾ പിന്നെ ഞാൻ സഹി കേട്ട് പറയും, അടവെണ്ണേ നിന്റെ സൂത്രം എന്ന് പറയും. ശരീരവും മനസ്സും ഒരുപോലെ തകർത്തെന്നറിയാവോ? അവൻ ഭരിക്കാൻ വരുമ്പോൾ സകലത്തെ 8 മണിക്കൂറൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അവൻ പറയുന്നത് വരെ അധ്വാനിപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് വർക്ക് ഓൺ ഹോം. നോക്കിക്കേ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരു സംഭവം. ഒരൊറ്റ മതത്തിന് ദൈവത്തെ ആരാധിക്കാൻ സാധിച്ചോ? ക്രൈസ്തവ മതം മാത്രമല്ല, സകല ആരാധനാലയങ്ങളും അടച്ചു പൂട്ടിയോ? നിങ്ങൾ വളരെ ഗൗരവത്തിൽ കാണണം. സ്നേഹങ്ങൾ മാറിയോ? അയ്യോ, ഭർത്താവിന്റെ ശവം ഒന്ന് കാണാൻ അനുവദിക്കാതല്ലേ കൊണ്ടിട്ടത്? ഭാര്യ മരിച്ചിട്ട് ഒരു നോക്ക് കാണാൻ അനുവദിച്ചോ? ബന്ധങ്ങൾ മുറിച്ചത് കണ്ടോ? പണം കയ്യിലുണ്ട്. മകൻ ദുബൈയിൽ, അമ്മ കേരളത്തിൽ. മരിക്കാൻ ഇഷ്ടം പോലെ പണം. അമ്മ മരിച്ചു, വരാൻ ഫ്ലൈറ്റ് ഇല്ല, തീർന്നോ? ഇതൊക്കെ സത്യമാണോ ഞാൻ ഈ പറയുന്നത്? പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളുടെ ശവശരീരം നീല പ്ലാസ്റ്റിക് സിപ്പിട്ടിട്ട് കൊണ്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞപ്പോൾ ദുഃഖത്തോടെ നിന്നവർ ഇന്നും ജീവിക്കുന്നില്ലേ? ഒരു വൈറസ് ലോകത്തിലെ ആളുകളെ മുഴുവൻ ഇങ്ങനെ നിയന്ത്രിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് മാറുന്ന കാലം, വിശുദ്ധന്മാർ മാറുന്ന കാലം, ലോകത്തെ മുഴുവൻ അവൻ പിടിയിൽ ഒതുക്കും. മ്ലേച്ഛതയുടെ ചിറയിൽ ശൂന്യമാക്കുന്നവൻ വരും. ആർക്കും ആരെയും വിവാഹം കഴിക്കാം. അതിന്റെ അടയാളമായി പത്രത്തിൽ കാണുന്ന പീഡിപ്പിച്ചെന്നത് അവൻ വരാൻ പോകുകയാണ്. ഈ തലമുറയിൽ അവന്റെ വരവാ. ഒത്തിരി തെളിവുകളുണ്ട്. ഒന്നാമത്തെ തെളിവായി യുണൈറ്റഡ് നേഷൻസ് പറയുന്നു അടുത്ത തലമുറയ്ക്ക് ഒരു സമ്മാനം. ഇനിയും ബൈബിളിലെ തെളിവാ. നിങ്ങൾക്ക് ശവപ്പെട്ടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം വേഗം ചിന്തിക്കും. ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കാൻ അധികം നേരമില്ല, അതുകൊണ്ട് എടുക്കുകയാണ്. ആ ഒരു കാര്യം എടുത്തിട്ട് സമയമുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. മത്തായിയുടെ എപ്പോൾ കർത്താവ് വരും? ഒരു മനുഷ്യർക്ക് പറയാനൊക്കത്തില്ല. അതും പറഞ്ഞേക്കാം, ഇത്രാം മാസം കർത്താവ് വരും എന്ന് പറഞ്ഞാൽ അവൻ വ്യാജനാണ്. കാരണം പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയം പുത്രന് പോലും അറിയാൻ മേല. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വ്യക്തമായി 33-34 പറയുന്നുണ്ട്, കാലവും ടൈമും സ്വർഗത്തിലേതാ. അത് 2016 വരും, 26 വരും എന്നൊക്കെ പറഞ്ഞ് അത് പണമടിച്ചെടുക്കാൻ പറയുന്നതാ. പക്ഷെ ഒന്ന് പറയാം, ഈ തലമുറയിൽ വരും. വേഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ശവപ്പെട്ടി വേണോ വേണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം. അയക്കാം. ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കൊണ്ടുപോയി ദേവാലയം കാണിച്ചു. യഹൂദന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹരം അന്നും ഇന്നും ദേവാലയമാണ്. നിന്റെ ആലയത്തിനെ കുറിച്ചുള്ള എരിവെന്നെ തിന്നു കളയുന്നതാണ്. അപ്പൊ 46 വർഷം കൊണ്ട് പണിത നല്ല സുന്ദരമായ ഒരു ദേവാലയം. കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ തലേ ദിവസങ്ങളിൽ നടന്ന സംഭവം നമുക്കറിയാം. ഓശാന പാടി കർത്താവ് ദേവാലയത്തിൽ കയറി. അപ്പൊ ശിഷ്യന്മാര് കാണിച്ച്, കർത്താവ് എന്നാ നല്ല വർക്കാ. എന്നാ അറിയാവോ? ഒരു കല്ല് എത്രന്നറിയാവോ? ഒരു കല്ല് 10 ടൺ. 1 ടൺ 1000 കിലോ. അതാണ് 10000 കിലോയാണ് ഒറ്റ കല്ല്. അപ്പൊ അതിന്റെ വെയിറ്റ് നിങ്ങളൊന്ന് ഓർത്തോണം. കിഴക്കുവശം മുഴുവൻ സ്വർണം കൊണ്ട് ഇങ്ങനെ തകിട. 46 വർഷം കൊണ്ട് ഹെരോദാവും യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ പണം കൊടുത്തതാ. ഇത് കാണിച്ച് കർത്താവിനെ കാണിച്ചു. ഉടനെ വായിച്ചേ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ, വായിച്ചാട്ടെ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായി. ശ്രദ്ധിച്ചോ? കാലപ്പഴക്കം കൊണ്ട് പോകുന്നല്ല, ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. ശിഷ്യന്മാർക്ക് അത് കേട്ടപ്പോഴേ മനസ്സിലായി, ദേവാലയം പോവുക അതിന്റെ അർത്ഥം ലോകാവസാനമാണ്. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ
ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കും എന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ശിഷ്യന്മാർ വൈകുന്നേരം യെരുശലേമിലായി, ഒലിവുമലയിലായി. അപ്പൊ ജനമില്ല. സ്വകാര്യമായിട്ട് ചോദിച്ചു, കർത്താവേ അത് എപ്പോൾ സംഭവിക്കും? ഞങ്ങൾക്കറിയാം യെരുശലേം ദേവാലയം പോകാൻ ലോകാവസാനമാണ്. നീ വരുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇതിന് അടയാളം എന്താ? അവർ ചോദിച്ച 2 അടയാളമാണ്. നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. 1, നീ എപ്പോൾ വരും. 2, യെരുശലേം ദേവാലയം എപ്പോൾ നശിക്കും. കർത്താവ് കൊടുത്ത 3 ഉത്തരവാണ്. 1, എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ എപ്പം വരും. 2, ഞാൻ രാജാവായിട്ട് എപ്പം വരും. 3, ഈ ദേവാലയം എപ്പോൾ തീരും. അതെല്ലാം ആ അധ്യായത്തിനുണ്ട്. അതിനകത്ത് പറഞ്ഞ അടയാളം നിങ്ങൾ കേട്ടുകൊള്ളുക. ഇനി ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ 32-ാമത്തെ വാക്യം മുതൽ 5 പ്രവചനം കർത്താവിന്റെ. 32-ാം വാക്യം മുതൽ ഉറക്കെ വായിക്കുക. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ വന്ന് തന്നെയായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ. വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ യഹൂദനെ 3 മരങ്ങളോടാണ്. രാഷ്ട്രീയമായി അത്തി വായിക്കണ്ട, ഞാൻ പറഞ്ഞുവിടാം. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കോ. ഹോശയ്യ 9:14 മരുഭൂമിയിൽ അത്തിപ്പഴത്തിൽ തലക്കനി പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ആത്മീയമായി മുന്തിരി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. ധനത്തിലും സൗന്ദര്യത്തിലും ഒലിവ്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. 128 സങ്കീർത്തനം. ഹോശയ്യ 14 കാണാം. ഒടുവിലത്തെ അധ്യായത്തിൽ കാണാം നിന്റെ സൗന്ദര്യം ഒലിവ് പോലെ. അപ്പോൾ രാഷ്ട്രീയത്തിൽ അത്തി, ആത്മീയത്തിൽ മുന്തിരി, സൗന്ദര്യത്തിലും ധനത്തിലും ഒലിവ്. ഇതിൽ കർത്താവ് രാഷ്ട്രീയം കാണിക്കുകയാണ്. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കീൻ, അത് തളിർക്കും, ഒരു രാജ്യമാകും. കർത്താവ് ഇത് പറഞ്ഞത് AD 30-ലാണ്. അതിന് 600 വർഷം മുമ്പ് അവരുടെ രാജ്യം പോയി. നമുക്കറിയാം, നെബൂഖദ്നേസർ ചക്രവർത്തി അടിച്ചോണ്ട് പോയി. പിന്നെ അവർക്ക് രാജ്യമില്ല. അവർക്ക് കിട്ടിയത് ഔദാര്യത്താൽ കിട്ടിയത് യെരുശലേം നഗരം മാത്രം. നഗരത്തിന്റെ ഒന്നും ആധിപത്യമില്ല, അവിടുത്തെ ദേവാലയം മാത്രം. കർത്താവിന്റെ പല ഭരണകർത്താക്കൾ വരെ ഭരിച്ചു. അസീറിയൻസ് ഭരിച്ചു, അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചു, ഗ്രീക്ക് രാജാവ് ഭരിച്ചു. കർത്താവിന്റെ കാലം വന്നപ്പോൾ റോമൻ അധിനിവേശം, റോമൻ കൈസറുടെ ഒരു പ്രൊവിഷാണിത്. റോമൻ കൈസറുടെ പ്രൊവിഷയും റോമൻ കൈസർ നേരിട്ട് അയച്ചിരിക്കുന്ന ഗവർണറുമാണ് പൈലറ്റ്. കർത്താവ് പറഞ്ഞു ഇത് തളർക്കും. ഇത് തളർക്കുമ്പോൾ സംഗതി മാറും. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ, അത് തളർക്കാൽ വേനലെടുത്തു. ആ ആഴ്ചയിൽ ഒരു ദുഃഖകരമായ സംഭവം നടന്നു. കർത്താവിനെ അവർ അറസ്റ്റ് ചെയ്ത് പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ ഗവൺമെന്റിനൊന്നും താല്പര്യമില്ലായിരുന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും അന്നത്തെ മത നേതൃത്വം ദർശനം നഷ്ടപ്പെട്ടവർ അവരെ വിമർശിച്ചതിനെ യേശുവിനുള്ള വൈരാഗ്യം തീർക്കാൻ കൊണ്ടുപോയി ക്രൂശിക്കാൻ പറഞ്ഞു. ബുദ്ധിമാനാണ്, ഒത്തിരി വിശദീകരിക്കാൻ സാധിക്കത്തില്ല. വളരെ ബുദ്ധിയുള്ളവനാണ് പീലാത്തോസ്. അദ്ദേഹത്തിന് അറിയാതെ നീതി റൈച്ചസ് മാനാണ്. കാരണം അദ്ദേഹം തിരക്കുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമുള്ളവനല്ല. അതിനല്ല, അദ്ദേഹത്തിന്റെ ആ ഭാര്യ, ആ ഉത്തമയായ വനിത അന്ന് രാത്രിയിൽ ആളയച്ചു പറഞ്ഞു തൊട്ടുപോകരുത്, നീതിമാനാ. പീലാത്തോസിന് യാതൊരു സാധിക്കത്തില്ല. ഒടുവിൽ അറ്റ കൈക്ക് പുള്ളി ഒന്ന് ഈ യേശുവിനെ ഒന്ന് ക്രൂശീകരണം തന്റെ കയ്യിൽ നിന്ന് മാറ്റാൻ അറ്റ കൈക്ക് ഒരു പരിപാടി പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. താഴെ നിന്ന മതഭ്രാന്തന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ നോക്കിക്കോളൂ, ഇതാണ് ഈ ശാപം ഏറ്റുവാങ്ങുക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ ശപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറഞ്ഞേക്കാം, അത് തലമുറകളെ വരെ ബാധിക്കും. എത്ര തെളിവുകൾ വേണമെങ്കിലും ഞാൻ പറയാം. അതിനി ഏത് സഭയിൽപ്പെട്ട ദൈവദാസന്മാരായാലും പുരോഹിതന്മാരായാലും പാസ്റ്റർമാരായാലും ബിഷപ്പന്മാരായാലും അച്ഛന്മാരായാലും അവർക്കെതിരെ ആവശ്യമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചാൽ അത് അപകടമാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ചരിത്രത്തിന്റെ കറുത്ത പടവുകൾ 1800 വർഷം കുപ്പിപ്പാത്രം ചെതറിയതുപോലെ കേരളത്തിലെ കൊച്ചിയിലും മാളയിലും വന്ന് കിടക്കേണ്ട ഗതികേട് വന്നു. മാള എന്ന് പറയുന്നത് തൃശ്ശൂരിനടുത്തുള്ള സ്ഥലമാ. മാള മലയാളം വാക്കല്ല, എബ്രായ വാക്ക. അതിന്റെ അർത്ഥം എന്നാ അറിയാവോ? അഭയസ്ഥാനം. അതിനകത്ത് നിന്ന് ഈ മാള ഉണ്ടായത്.
ലോകം മുഴുവൻ ചെതറി. അലയുന്ന യഹൂദൻ എന്ന് പേര് കിട്ടി. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഒന്നും വരുന്നില്ല. ഒടുവിൽ കർത്താവ് പറഞ്ഞു, എന്റെ കാന്തയായ സഭയെ ചേർക്കുന്നതിന്റെ അടയാളം ഇത് തളിർക്കും. 1948 മെയ് 14 ചെതറിക്കിടന്ന രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ലോകത്തിന്റെ നടുവിൽ ഇസ്രായേൽ വന്നു. അത്തി തളിർത്തു, കൊമ്പിളതായി. എന്താ, ഇതുപോലെ ഇത്രയും ഡെവലപ്പ് ചെയ്തൊരു രാജ്യമില്ല. അതാ കൊമ്പിളതായി. ബുദ്ധിമാന്മാർ, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരവരാ. ആറ്റം ബോംബ് മുതൽ കുഴിബോംബ് വരെ കണ്ടുപിടിച്ച പുള്ളികളാ. കുഴൽ കിണർ മുതൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ കണ്ടുപിടിച്ചെങ്കിൽ ഒരു കാര്യത്തിൽ ബുദ്ധികേട് വന്നാൽ അറിയാവോ, രക്ഷകനെ കണ്ടില്ല. അത് മാത്രം പറ്റി. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ. ഇത് ഇന്നത്തെ നമ്മുടെ ആളുകൾക്ക് ഒരു കുഴപ്പമാ, എല്ലാത്തിനും എടുക്കരാ, പക്ഷെ കർത്താവിനെ കണ്ടിട്ടില്ല. പോയി സംഗതി അവിടെ പോയി. അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചു, തലമുറകൾ അത് സഹിച്ചു, പക്ഷെ കർത്താവ് കളയത്തില്ല. ഞാൻ ഇസ്രായേലിനെ കുറിച്ച് പറയാൻ വന്നതാണ്. എങ്കിൽ ഒരു കാര്യം പറയാം. ഇന്നത്തെ ലോകത്തിലെ 198 രാജ്യമുണ്ട്. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ചൈന. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്നാൽ അവനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്താ അറിയാവോ, ബൈബിളിലെ വാക്യമാണ്. വായിക്കാം. 135 സങ്കീർത്തനം 4 വാക്യം ഒരാൾക്ക് വായിക്കാം. യെരമ്യാ പ്രവചനം 31-35 വായിക്കാം. അത് വേദപുസ്തകമാണ്, ലോകരാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. വായിക്കാം, വേഗം വേഗം വായിക്കണം. 135 സങ്കീർത്തനം 4 വാക്യം. യഹോവ യാക്കോബിനെ തനിക്കായും, യഹോവ യാക്കോബിനെ തനിക്കായും, ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം യഹോവയുടെ നിക്ഷേപമാ. 5 പ്രത്യേകതകളുള്ളത്. അത് ഞാനിപ്പോ പറയുന്നില്ല. വേറെ ഒരു ജനതയ്ക്കുമില്ല പ്രത്യേകത. 5 ഓടിച്ചു പറഞ്ഞുവിടാം. ഇങ്ങനെ ജനിക്കാൻ സാധ്യതയില്ലാത്തടത്ത് ഉണ്ടായതാ. മൃതപ്രായന്റെ മക്കളാ. 1. 2, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേരിടും. അച്ചാമ്മ, കുഞ്ഞമ്മ, തോമസ്, ചാണ്ടിക്കുഞ്ഞെന്നൊക്കെ ഇസ്രായേലിന് പേരിട്ടത് ദൈവമാ. ഉൽപ്പത്തി 32-28 നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ചതിനാൽ നിന്റെ പേര് ഇസ്രായേൽ. 3, പലസ്തീൻ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം നാടല്ല. അതെ, ഫെലിസ്തീനയുടെ നാടാ, കനാന്യരുടെ നാടാ, പക്ഷെ വാഗ്ദത്ത നാടാ. ഉൽപ്പത്തി 15-18 മുതൽ പറഞ്ഞു, നിനക്ക് ഞാൻ ഇത് തന്നിരിക്കുന്നു. 4ാമത്തെ പ്രത്യേകത, ഒരു ജനതയോടും പറഞ്ഞിട്ടില്ല ആലയം പണിയാൻ, നമ്മളോടും പറഞ്ഞിട്ടില്ല ദേവാലയം പണിയാൻ, ക്രിസ്ത്യാനിയോടും പറഞ്ഞിട്ടില്ല എന്റെ നിങ്ങളുടെ ശരീരമാ ദേവാലയം. ദേവാലയം പണിയുവാൻ കൊടുത്ത അധികാരം കൊടുത്ത ഒരൊറ്റ കൂട്ടർ ഇസ്രായേൽ. ഉൽപ്പത്തി 25-8 കാണാം, ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കാൻ ദേവാലയം. 5, സ്വന്തം വിരലുകൊണ്ട് എഴുതിയ ചട്ടങ്ങളും കൽപ്പനകളും കിട്ടിയ ഒരൊറ്റ ജനത ഇസ്രായേൽ. പക്ഷെങ്കിൽ എന്തു പറ്റി? എല്ലാത്തിനും ബുദ്ധിയാ, കർത്താവിനെ കണ്ടുമുട്ടിയില്ല. പക്ഷെ അവരെ കളയാനൊക്കത്തില്ല, കഴിച്ചു. കാരണം യഹോവയുടെ നിക്ഷേപം. 2, യെരമ്യാവ് 31-35 വായിച്ചേ. ഈ 198 രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിട്ട് നിന്നാൽ ഒന്നും നടക്കത്തില്ല. പിന്നാണോ ഈ ചെറിയ ഹമാസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഘടന? ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ കുറിച്ച് പറയാൻ 15 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഓടിച്ചു വിടുകയാണ്. വേഗം. സൂര്യനെ പകൽ വെളിച്ചത്തിനും, സൂര്യനെ കേട്ടോണം, ചന്ദ്രന്റെയും, അതേ സ്ലോ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. സൂര്യനെ പകൽ വെളിച്ചത്തിനും, ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യത്യസ്തതയെ രാത്രി വെളിച്ചത്തിനും രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും. അമ്മാമ ഇരുന്ന് പാടും, അലകൾ കടലിൽ അടിച്ച. അലയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ. എന്തിനാ അല ഉണ്ടാകുന്ന കടലിൽ അല വെച്ചത്? ദൈവത്തിന് എന്നോട് നിങ്ങളോടുള്ള സ്നേഹമാ കേട്ടോ. തിരമാല ഇങ്ങനെ പൊങ്ങും, തിരമാല ഉയരും, 7-8 അടി 10 അടി ഉയരുമ്പോൾ ആ ഉയരുന്ന ഫോഴ്സിൽ മേലോട്ട് പോയിട്ട് താഴോട്ട് പോവുകയില്ലേ? ഇതിനിടയിൽ കിട്ടാവുന്നിടത്തോളം ഓക്സിജൻ വലിച്ചെടുക്കും. ആ ഓക്സിജൻ കൊണ്ട് താഴോട്ട് ചെല്ലും. അവിടെ വെള്ളത്തിനടിയിൽ വറ്റ, അയല, മത്തി, ഉലുവ എല്ലാം കിടക്കുന്നു. അത് ജീവിക്കുന്നു. അങ്ങനെ അലയില്ലെങ്കിൽ അത് ജീവിച്ചില്ല. അത് അലയടിച്ചോണ്ട് അത് ജീവിച്ചോണ്ട് ഉച്ചയ്ക്ക് അമ്മാമ്മ മീൻ കൂട്ടി കറിച്ചത്. അപ്പൊ തിരയുടെ ഗുണം കണ്ടോ? നമ്മൾ ഇമ്മാ പാടും അല്ലെ അയവാഴ്ച ആ തിരയെ നിയമിച്ചവനും. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ. മാറുന്ന കാലം ഉണ്ടെങ്കിലേ ഇസ്രായേൽ മാറത്തുള്ളൂ. അതുകൊണ്ട് ആർക്കും അവനെ തൊടാനൊക്കത്തില്ല. അവനെ മുറിവേൽപ്പിച്ചാൽ പോകുന്ന ഗതികേടോടെ ഞാൻ ഒടുവിൽ പറയാം. നോക്കിക്കേ, അത്തി 948 തറുത്തു, ഇല തളർത്തു. ലോകത്തിന്റെ മുമ്പിൽ അവൻ വന്നു. അമേരിക്ക അല്ല, ഇസ്രായേലാണ് ലോകത്തിലെ ശാസ്ത്രത്തിന്റെ മുമ്പിൽ. നമ്മുടെ ഇന്ത്യ ഇന്നും പിടിച്ചു നിൽക്കുന്ന പ്രധാന ശക്തി ഇസ്രായേലിന്റെ സഹായവാ. നമുക്ക് കിട്ടുന്ന ആയുധങ്ങൾ അവിടെ നിന്നാ. നല്ലതല്ല. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ.
കൊമ്പിളതായി, ഇല തളർത്തു. അപ്പോൾ വേനലടുത്തു. മാവില പൊഴിയുമ്പോൾ വേനൽ വന്ന പോലെ. എന്താ വേനൽ? ഈ ലോകത്തിൽ അന്നു മുതൽ നടന്ന യുദ്ധം, പലസ്തീൻ സംഘർഷണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല ആളുകളെയും ബാധിച്ചതാണ്. ലോകത്തിന് വേനൽ, എന്നും അടി, എന്നും വഴക്ക്. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. ഇത് സംഭവിക്കുമ്പോൾ വായിച്ച 24:32 മറിച്ചോ? മത്തായി 24:32 ഇത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. അടുക്കൽ വാതിക്കൽ. സാധാരണക്കാരോർക്കും കർത്താവാണ്, കർത്താവല്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുക അവൻ വാതിക്കൽ. ഞാനാണോ? വേറൊരാളല്ലേ? അവൻ അടുക്കൽ വാതിക്കൽ. ഇസ്രയേലാകുന്ന അത്തി തളർത്തത് മുതൽ പശ്ചിമേഷ്യയിലെ യുദ്ധമാകുന്ന ലോകത്തിന് വേനൽ അടിത്തെങ്കിൽ അവനെന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി എന്നല്ല, ഇറ്റ്, മനുഷ്യനല്ലതേ, എതിർ ക്രിസ്തു ലോകത്തിന്റെ വാതിക്കൽ. അടുത്ത വാക്യം. അതാ നമ്മുടെ വിഷയം. അവൻ അടുത്ത അടുക്ക തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അടുത്തത്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ദൈവമക്കളെ, ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. തിരുവചനത്തിലെ പ്രവചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ കാണാം. 2 വിധത്തിൽ കാണാം. ഒന്ന്, ആ പ്രവചനം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് നിറവേറും. യോനാ പ്രവചനം നിറവേറി, പിന്നീട് ബാക്കി ഒന്നുമില്ല. എന്നാൽ മേജർ പ്രവചനങ്ങൾ 2 പ്രാവശ്യമായിട്ട് നിറവേറും. പ്രധാനമായി യെശയ്യാ പ്രവചനം മേജർ പ്രവചനമാണ്. യേശുവിനെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു, 2 കാര്യം നിറവേറി. യേശു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു, നിറവേറി. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പേ അവൻ രോമം കത്രിക്കുന്നതിന് മുൻപാകെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാ സഭകളും ധ്യാനിക്കുന്നില്ലേ കർത്താവിന്റെ കഷ്ടാനുഭവം? അത് നിറവേറി. എന്നാൽ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ 60-ാം അധ്യായം കഴിയുമ്പോൾ കാണാം, ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു കിടക്കും. പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ പോതിക്കൊണ്ട് കൈയിടും. നടന്നിട്ടുണ്ടോ? 33-ാം അധ്യായത്തിൽ പറയുന്നു, ലോകത്തിൽ ആർക്കും രോഗം വരത്തില്ല. നടന്നിട്ടുണ്ടോ? ഇല്ല. അത് ഭാവിയാ, മേജർ പ്രവചനമാ. മറ്റേത് 2 സംഭവിച്ചു. ഇത് 1000-ാം ആണ്ടത്തെ യേശുവിന്റെ വാഴ്ചയെക്കുറിച്ചാ പറഞ്ഞത്. ചെന്നായി കുഞ്ഞാടും ഒന്നിച്ച് താമസിക്കും. കാള സിംഹം കാള പോലെ പുല്ല് തിന്നും. പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ പോതിൽ കൈക്കിടും. എനിക്ക് രോഗമെന്ന് ആരും പറയത്തില്ല. ഇത് സഹസ്രാബ്ദത്തെ ഭാവി പ്രവചനമാണ്. കന്യക മറിയാമിനോട് ഗബ്രിയേൽ മാലാഖ 7 പ്രവചനം പറഞ്ഞു. 4 നിവർത്തിച്ചുള്ളൂ. നീ ഗർഭം ധരിക്കും, മകനെ പ്രസവിക്കും, യേശു എന്ന് പേരിടണം, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇനിയുള്ള നിവർത്തിക്കാൻ കിടക്കുക. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവിന് അത് കിട്ടിയിട്ടില്ല. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലയായിപ്പാനിടയില്ല. എന്നാൽ എന്റെ നിങ്ങളുടെ കർത്താവ് രാജാവായിട്ട് വരും. കർത്താവ് മാത്രമല്ല, ഞാനും നിങ്ങളും കൂടെ വാഴും. അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനം മേജറാ. എന്താണെന്നറിയാവോ? ഇതൊക്കെ സംഭവിക്കുവോളൂ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. 1, കല്ലുമേ കല്ല് ശേഷിക്കാതെ യെരൂശലേം ദേവാലയം പോകുന്നു. AD 30 ഏപ്രിൽ മാസത്തിൽ കർത്താവ് അത് പ്രസംഗിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ പ്രസംഗം കേട്ട ഒരു വ്യക്തിക്ക് അന്ന് 30 വയസ്സുണ്ടെങ്കിൽ ആ തലമുറ മരണം വഴിയായി മാറാതെ ആ പ്രസംഗം കേട്ട വ്യക്തി 70 വയസ്സായപ്പോൾ, അഥവാ കർത്താവിന്റെ പ്രസംഗം കേട്ട ഒരു വ്യക്തിക്ക് 5 വയസ്സാണെങ്കിൽ ആ വ്യക്തിക്ക് 45 വയസ്സായപ്പോൾ ആ കർത്താവിന്റെ പ്രസംഗം കേട്ട തലമുറ മരണം വഴിയായി മാറുന്നതിന് മുൻപേ ടൈറ്റസ് സെക്കൻഡ് എന്ന് പറയുന്ന റോമൻ സേനാനായകൻ വന്ന് ഈ യെരൂശലേം തകർത്തു. കല്ലുമേ കല്ല് ശേഷിക്കാതിരിക്കാൻ അവിടുന്ന് അതിൻ്റെ അടിയിൽ സ്വർണ്ണമുണ്ടെന്നുള്ള അറിയിപ്പിൽ അതെടുക്കാൻ മാർഗമില്ല. കാരണം ഒരു കല്ല് 10 ടണ്ണ. മാനുവൽ പവറിൽ എടുക്കാൻ മേലാത്തതിനെ ആഫ്രിക്കയിൽ നിന്ന് ആനകളെ കൊണ്ടുവന്ന് കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചു. അതാണ് കല്ലുമേ കല്ല് ശേഷിച്ചില്ല, കാലപ്പഴക്ക വല്ല തകർത്തു. ഏത്? കർത്താവിന്റെ പ്രസംഗം കേട്ടവർ മരണം വഴിയായി മാറുന്നതിന് മുൻപേ 1-ാം ഭാഗം നിവർത്തിച്ചെങ്കിൽ 2-ാം ഭാഗം 1948 ഇസ്രായേലാകുന്ന രാഷ്ട്രമുണ്ടായി. അന്നൊരമ്മച്ചി പ്രസവിച്ചാൽ ആ കുട്ടിക്ക് 77 വയസ്സ്. ശ്രദ്ധിക്കുന്നുണ്ടോ? 948 ഒരു കുഞ്ഞ് പ്രസവിക്കുന്നു, ഒരമ്മ പ്രസവിക്കുന്നു. മെയ് 14 ശേഷം ആ തലമുറയാണ് അത്തി തളർത്തത് കണ്ട തലമുറ. ആ തലമുറയ്ക്ക് 77 വയസ്സ്.
അപ്പോൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 77 വയസ്സുകാരെ എല്ലാം എന്താണ്? ആ തലമുറ മരണം വഴിയായി മാറുന്നതിന് മുൻപ് ഇതൊക്കെയും സംഭവിക്കും. ഇതൊക്കെയും സംഭവിക്കുവോളൂ. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഞാൻ വരും, എന്റെ പ്രിയതിനെ ചേർക്കും. എപ്പോൾ? അത്തി തളർത്തത് കണ്ട തലമുറ 77 വയസ്സിൽ നിൽക്കുന്നെങ്കിൽ അവർ മരണം വഴിയായി മാറുന്നതിന് മുൻപേ. എന്റെ പ്രഭാഷണം കേൾക്കുന്നതിൽ 77 വയസ്സും കുറവുള്ളവർ ധൈര്യത്തോടെ എന്ന് കര ഉയർത്തിക്കേ. വേറെ കല്യാണാലോചന എന്തില്ല, ധൈര്യത്തോടെ കര ഉയർത്തി. 77 വയസ്സും കുറവുള്ളവർ കര ഉയർത്തിപ്പിടിച്ചോണം. ഞാൻ നിങ്ങളൊരു സദ്വർത്താനം പറയാം. കര ഉയർത്തിപ്പിടി. സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. നമുക്ക് ആർക്കും അറിയാൻ മേല നമ്മളെപ്പം വരികയാണ്. തോമസ് മാമ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയും പോകാം. പക്ഷെ കര ഉയർത്തി ഒരു കാര്യം പറയാം. വചനപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ, ദൈവകൽപ്പന പ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ സമ്പന്നനോ ദരിദ്രനോ സാധാരണക്കാരനോ രോഗിയോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന മനുഷ്യൻ നിർമ്മിച്ച ശവപ്പെട്ടിയല്ല. കർത്താവിന്റെ വരവിൽ നിങ്ങൾ തേജസ്സോടെ എടുക്കപ്പെടും. ബാക്കി ശാസ്ത്രീയ തെളിവുകളെല്ലാം കാണിച്ചാലുണ്ടല്ലോ, ഈ തലമുറയ്ക്ക് അപ്പുറം ലോകത്തിന് ജീവിക്കാനൊക്കത്തില്ല. ഓക്സിജൻ മലിനമായി, വെള്ളം മലിനമായി, ആകാശം തകർന്നു, ചൂട് കൂടുന്നു, സൂര്യൻ തകരാൻ പോകുന്നു, സൂര്യൻ ഉറങ്ങാൻ പോകുമെന്നാണ് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റാണ് ഫ്രാങ്ക് ഹിൽ. അദ്ദേഹമാണ് അതിന്റെ അതോറിറ്റി. നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ഫ്രാങ്ക് ഹിൽ എന്നൊന്ന് അടിച്ചാൽ കിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റ് പറയുന്നത് കേൾക്കണമോ? ഇതുപോലെ ചൂട് കൂടിയാൽ ഭാവിയിൽ ഈ സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. വേദപുസ്തകം വെളിപ്പാട് 6:12 പറയുന്നു, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. അത് തെളിയിച്ചു 2018 സോവിയറ്റ് റഷ്യയുടെ വടക്കു ഭാഗത്തുള്ള സ്ഥലങ്ങൾ മുഴുവൻ, അന്റാർട്ടിക്കയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് മുഴുവൻ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. 40 ദിവസം. പോളാർ എഫക്റ്റ് എന്ന് പറയും സയൻസ്. 40 ദിവസം സൂര്യപ്രകാശം കണ്ടില്ല അവർ. കർത്താവ് എല്ലാം ട്രയൽ കാണിക്കുക. സൂര്യൻ തീരാൻ പോകുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവമക്കൾ എടുക്കപ്പെടുന്നതാണ് ഈ ചൂട് കൂടുന്നത്. ചൂട് കൂടിയാൽ സൈക്ലോൺ അടിക്കും. അത് വിശദീകരിക്കുന്നില്ല. സൈക്ലോൺ അടിച്ചാൽ ഈ ലോകം തകരും. ലോകം തകർന്നാൽ ഇതാ ഒരു വലിയ ചുഴലിക്കാറ്റടിക്കാൻ പോകുന്നു. വായിക്കാം യെരമ്യാവ് 25:31. യെരമ്യാവ് 25:31. 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇപ്പോഴത്തെ സയൻസ് അടിവരയിട്ട് സമ്മതിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. യെരമ്യാ പ്രവചനം 25:31. 25:31. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. യഹോവയ്ക്ക് ദൈവമക്കളോടല്ല, ജാതികളോടൊരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ചു. ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കും. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ദൈവമക്കൾക്കല്ല ഓർത്തോണം, ജാതിയിൽ നിന്നും ജാതിയിലേക്ക് വരുന്നു. അടുത്തത്, ഭൂമിയുടെ അറ്റത്ത് നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കത്തില്ല. അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അടക്കത്തില്ല. അടുത്ത വാക്യം, അവൻ നിലത്തിന് വളമായി തീരും. സംഭവം സയൻസ് പറയുന്നു, ഇതുപോലെ ചൂട് കൂടിയാൽ ഭൂമിയുടെ ചൂട് 20 ഡിഗ്രി മതി ആവറേജ്. ഇന്ത്യക്ക് 35, ഗൾഫ് 45, പടിഞ്ഞാറൻ രാജ്യങ്ങൾ 0. അങ്ങനെയാണ് ദൈവം സൂര്യനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അയൽവക്കക്കാരന്റെ ചൂട് 218, ശുക്രൻ. അപ്പുറത്ത് ചൊവ്വ 125. ഈ പെരുവ ഉൾപ്പെടെയുള്ള ഭൂമിക്ക് തമ്പുരാൻ വെച്ചിരിക്കുന്ന ആവറേജ് ചൂട് 20-35 നമുക്ക് ജീവിക്കാൻ. അത് പരമാവധി 23 ഡിഗ്രി ഉണ്ടെങ്കിൽ മതിയായ സൂര്യപ്രകാശം മതി മഴ പെയ്യാൻ, നീരാവി പൊങ്ങാൻ. 3-2 കടലാണല്ലോ. ആ കടൽ ചൂട് പിടിച്ചാൽ സംഗതി അപകടമാ. കടലിന്റെ ചൂട് ഇപ്പോൾ എത്രാത് കേൾക്കണമോ? 60-70 ഡിഗ്രി വന്നു കഴിഞ്ഞു. കടൽ 3 ഭാഗമാ. എബിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ എന്ന് പറയും. മേളത്തെ 300 അടിയിൽ മാത്രമേ സൂര്യപ്രകാശം ഓക്സിജൻ ഉള്ളൂ. അത് എപ്പിലിമ്യോൺ. രണ്ടാമത് പൈക്ലോക്ലൈൻ, അടി ഹൈപ്പോനിമ്യോൺ. എന്തിനാണെന്നറിയാമോ? കടലിന്റെ അടിയിൽ 5 കിലോമീറ്റർ താഴെ ശക്തമായ വൾക്കാനോസ് ഉണ്ട്, അഗ്നിപർവ്വതം. അത് പൊട്ടാതിരിക്കാനുള്ള പ്രഷറിനാണ് അത് വെച്ചിരിക്കുന്നത്. നമ്മൾ വിന്നാഗിരി കോർക്കിട്ട് അടയ്ക്കുന്നത് പോലെ. എന്നാൽ ചൂട് കൂടിയാൽ കടലയയും. കടലയഞ്ഞാൽ വൾക്കാനോ പൊട്ടും. 998
ഇക്കഡോറിൽ അമേരിക്ക, തെക്കൻ അമേരിക്കയിൽ ഒറ്റ വൾക്കാനോ പൊട്ടിയത് അറിയാമോ? 6000 ഡിഗ്രി മാഗ്മ കയറി വന്നു. അത് കിഴക്കോട്ട് വന്നു. 6 വർഷം കൊണ്ട് ഇന്തോനേഷ്യയിൽ വന്നു. അത് 9.9 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂമി ഉൽക്കമായി ആകാശത്തിലേക്ക് സമുദ്രം പൊങ്ങിക്കേറി വന്നു. അതിന്റെ പേരാണ് നമ്മൾ ഭയപ്പെടുന്ന മലയാളി മരിച്ച സുനാമി. ചൂട് കൂടിയാൽ ചുഴലിക്കാറ്റുണ്ടാകും. സയൻസ് പറയുന്നു ഇതുപോലെ ചൂട് കൂടിയാൽ അതിശക്തമായ 2 ചുഴലിക്കാറ്റടിക്കും. ആ ചുഴലിക്കാറ്റടിച്ചാൽ അതിനെ അതിജീവിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. ഞാൻ പിക്ചർ നിങ്ങളെ കാണിക്കാം. കെട്ടിടങ്ങൾ താഴെ വീഴും, വൈദ്യുതി ബന്ധങ്ങൾ അറ്റ് താഴെ വരും, സാറ്റലൈറ്റ് നിലംപൊത്തും, ഇന്റർനെറ്റ് ഇല്ലാതെ വരും, വഴികൾ മുഴുവൻ തകരും, അണക്കെട്ടുകൾ പൊട്ടും, റേഡിയേഷൻ ഉണ്ടാകത്തക്കവണ്ണം ആറ്റം നിലയങ്ങൾ പൊട്ടും. ഇതൊക്കെ സംഭവിച്ച ജപ്പാനിൽ ചുഴലിക്കാറ്റടിച്ചാൽ എല്ലാം തീരും. നിങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ അമേരിക്ക മുതൽ കേരളത്തിൽ അടിച്ച ഓഖി വരെ കണ്ടില്ലേ? അതിനേക്കാളല്ല ശക്തമായി ലോകത്തെ മുഴുവൻ ചുഴറ്റുന്ന ഒരു ചുഴലിക്കാറ്റടിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ഏലിയാവും ഏലീശയും മുട്ടി സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നിരഥകളും വന്നു, അവരെ തമ്മിൽ മാർച്ചു. ഏലിയാവേ ചുഴലിക്കാറ്റിൽ കയറി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ ഒരു ചുഴലിക്കാറ്റടിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം അഭിഷേകമുള്ളവർ മാത്രം കേൾക്കും. അവർ തേജസ്സോടെ എടുക്കപ്പെടും. അവശേഷിക്കുന്ന ഭൂമി തകർന്ന് തരിപ്പണമാകും. 2013 ഫിലിപ്പീൻസിൽ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയേക്കാൾ 3 മടങ്ങ് വലിപ്പമുള്ള ഒരു പട്ടണത്തിൽ ചുഴലിക്കാറ്റടിച്ച ചിത്രം, ഏരിയൽ ഫോട്ടോ വിമാനത്തിൽ പോയി റോയിട്ടേഴ്സ് എടുത്തതാണത്. എനിക്ക് കിട്ടിയത് ഞാനത് പ്രത്യേകിച്ച് എൻലാർജ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ അടുത്ത് വന്ന് കാണാം. ആക്രിക്കടയിൽ ഇരുമ്പ് കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ കൊച്ചിയുടെ 3 മടങ്ങ് വലിപ്പമുള്ള ഒരു സിറ്റി തകർന്നു കിടക്കുക. എങ്കിൽ ഇത് സുപ്രസാദ കാലമാണ്. ശവവാരും കുഴിച്ചിടത്തില്ലെന്ന്. ഒരു മോട്ടോർ ബൈക്ക് അല്ല, സൈക്കിള് പോകത്തില്ല. വഴി മുഴുവൻ തകരും. ഇതൊക്കെ ലോകത്തിൽ കണ്ടതാണ്. കുപ്പിപ്പാത്രം പൊട്ടിയതുപോലാണ് അമേരിക്കയിൽ കാലിഫോർണിയ 989 ഒരൊറ്റ ചുഴലിക്കാറ്റ് അടിച്ച് തകർത്തു. ഈ ലോകം തകർച്ചയിലേക്ക് പോവുകയാണ്. കോടിക്കണക്കിന് ശവം ഇവിടെ കിടക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ മുറിവേറ്റ് കിടക്കുന്നു. മാനുവൽ വാക്കിംഗ്, ഇവിടുന്ന് അവിടം വരെ നടക്കാനൊക്കത്തില്ല. മുഴുവൻ കെട്ടിടങ്ങളും താഴെ വരും, മൊബൈലും എല്ലാം തീരും. അങ്ങനെ ശവം കിടക്കുമ്പം രക്ഷിക്കപ്പെട്ട അച്ചാമ്മ പോയോന്ന് ആരെങ്കിലും തിരക്കുവോ? മാതൃഭാഷ എന്താ ആരെങ്കിലും തിരക്കുവോ? ഞാനും നിങ്ങളും തേജസ്സോടെ എടുക്കപ്പെടും. നമുക്ക് 7 വ്യത്യാസം സ്വർഗത്തിലേക്ക് വരിക. അതാണ് ഏറ്റവും വലുത്. അറിയാവോ? ഈ ശരീരം അങ്ങോട്ട് മാറും. ഈ രോഗം വന്ന ഈ ശരീരം ഉണ്ട്, നടുവേദനയുള്ള മാമേ, ഇതെല്ലാം മാറാൻ പോവുക. പ്രൈസ് ദ ലോർഡ്. തേജസ്സിന്റെ ശരീരം, ദൂതന്മാരെക്കാൾ മെച്ചപ്പെട്ട ശരീരം. എനിക്ക് സന്തോഷം. സ്വർഗത്തിൽ പൗരത്വം, ദൂതന്മാർക്ക് പൗരത്വമില്ല, ഗബ്രിയേലിന് പൗരത്വമില്ല, മീഖായേലിന് പൗരത്വമില്ല. ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട കുഞ്ഞപ്പനും അന്നാമയ്ക്കും പൗരത്വം. ചിന്തിച്ചേ, അവർ സ്വർഗീയവാസികളാ, തേജോരൂപികളാ. ആര്? ദൂതന്മാർ. അവർക്ക് പൗരത്വമല്ല കൊടുക്കുന്നത്, അവർ തേജോരൂപികളാ, സ്വർഗീയവാസികളാ. ഞാനും നിങ്ങളും ഭൂമിയിൽ ജനിച്ചവരായതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പൗരത്വം. ആ പൗരത്വം ലഭിക്കുവാൻ സ്വർഗീയ ശരീരം, ഭൗമ ശരീരങ്ങളുണ്ട്, സ്വർഗീയ ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരത്തിന് തേജസ്. ആ തേജസ്സുള്ള ശരീരം രോഗം വരാത്ത, ഡയബറ്റിക് വരാത്ത, നടുവേദന വരാത്ത, ക്യാൻസർ വരാത്ത, മനപ്രയാസം വരാത്ത, പല്ലുവേദന വരാത്ത ഒരു തേജസ്സിന്റെ ശരീരം. എന്തുവാ? 2 തേജസ്സിന്റെ ആവരണം. പോകുമ്പോഴെല്ലാം തേജസ്. മാതൃഭാഷ പോകുന്ന കൂടെ തേജസ്. ബൈബിളിലെ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. 7 വ്യത്യാസം. 3ാമത്തെ വ്യത്യാസം എന്നാലോ, ഈ പേരെല്ലാം അങ്ങ് മാറ്റും. അന്നാമ്മ ഇങ്ങോട്ട് വരാണെന്ന് അവിടെ വിളിക്കത്തില്ല. കുഞ്ഞമ്മ വരാൻ കർത്താവ് സ്വന്തം അമ്മയെ വിളിച്ചല്ലേ, പിന്നാണോ പെരുവേരുള്ള അന്നാമയെന്ന് വിളിക്കുന്നത്? ഇന്ന് ഈ പേര് കേട്ട ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ എല്ലാ പേര് മാറ്റും. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 2:16. ഞാൻ അവസാനിപ്പിക്കുക, ഇതിങ്ങനെ അങ്ങ് പോകുകൊണ്ട്
വായിച്ചാട്ടെ, വെളിപ്പാട് 2:16. വേഗം വായിച്ചേ. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അടുത്ത വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്. ലോക മനുഷ്യരോടല്ല, സഭയോടാ, ക്രൈസ്തവ സഭയോടാ, വിശ്വാസ സമൂഹത്തോടാ. പറഞ്ഞാട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അടുത്ത വാക്യം, ഞാൻ അവന് വെള്ളക്കല്ലും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അന്നാമെന്ന് വിളിക്കത്തില്ല, ചാക്കോച്ചാന്ന് വിളിക്കത്തില്ല, ഒരു പുതിയ പേര് സ്വർഗത്തിൽ കിട്ടും. ആമേൻ. അതിന്റെ നിഴലാണ് യാക്കോബിനെ ഇസ്രായേലായിട്ട് മാറ്റിയത്. സറായായിട്ട് മാറ്റിയെങ്കിൽ എന്റെയും നിങ്ങളുടെ പേര് മാറ്റും. ഇവിടെ ഇട്ടിരിക്കുന്ന പേര് അവിടെ വിളിക്കത്തില്ല. ഈ പേര് നമ്മളല്ല, സ്വർഗത്തിൽ ഒരു പേര് കിട്ടും, സ്വർഗത്തിൽ തേജസ് കിട്ടും, സ്വർഗീയ ശരീരം കിട്ടും. ഇനിയുണ്ട് വ്യത്യാസങ്ങൾ, അവിടെ നിൽക്കട്ടെ. ഈ തലമുറയിൽ കർത്താവ് വരും. അതിന്റെ ഒരടയാളം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ട സമയം തീർന്നു. ലോകരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇങ്ങനെ എതിർക്രിസ്തു വരാമിരുന്നെന്നാ. ഈ തകർന്നു കിടക്കുന്ന ലോകത്തെ ഭരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കത്തില്ല. കോടിക്കണക്കിന് ശവവിടെ കിടക്കും, കോടിക്കണക്കിന്. ഇവിടുത്തെ ഇന്റർനെറ്റും സിസ്റ്റവും അണക്കെട്ടും റെയിലും ട്രെയിനും പ്ലെയിനും റോഡും എല്ലാം തകരും. ആര് മാറ്റും? അന്നേരം പിശാച കയറി വരാൻ പോവുക. അവൻ വരണമെങ്കിൽ ഇസ്രായേലിനോടൊരു പരിപാടിയുണ്ട്. അത് ഇസ്രായേൽ പറഞ്ഞു. അങ്ങനെയാണ് അവൻ വരാനുള്ള കളവൊരുക്കുന്ന. ഒന്നേ, റാപ്ചർ എന്ന് പറയുന്ന കർത്താവിന്റെ വരവിലെ ആ അപകട നിമിത്ത ലോകരാഷ്ട്രങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോൾ ആ സമയത്ത് അവൻ വരും. സാത്താന്റെ അധികാരവും കൊണ്ട് എല്ലാം ക്രമീകരിക്കാം. കാരണം ഈജിപ്ഷ്യൻ മന്ത്രവാദികൾ അത്ഭുതങ്ങൾ ചെയ്തതുപോലെ ഇവൻ പിശാചാണ്. അത്ഭുതം ചെയ്ത് സാറ്റലൈറ്റ് പൊക്കി വെക്കും. എല്ലാം റെഡിയാക്കുമ്പോൾ അവർക്ക് ഇവൻ ദൈവമാണ്. കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. 2-3 മാസം മുമ്പ് ഇസ്രായേൽ പറഞ്ഞു, കേൾക്കണമോ, ഞങ്ങളോട് ഇങ്ങനെ ചൊറിഞ്ഞു മാന്തി ഞങ്ങളെ ഇല്ലാതെ വന്നാൽ ആ കൈക്ക് ഞങ്ങളൊരു അടിയടിക്കാൻ പോവുക. അടിയുടെ പേര് ഞാൻ പറയാം. അവർ പറഞ്ഞതാ, ഞങ്ങളുടെ ഒരു സൂത്രം ഇരിപ്പുണ്ട്, ആ അടിച്ചാൽ ഈ ലോകത്തിന് എന്ത് പറ്റുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമല്ല, ഞങ്ങൾക്കും പറ്റും നിങ്ങൾക്കും പറ്റും. ആ സാധനത്തിന്റെ പേരാണ് സാംസൺ ഓപ്ഷൻ. എന്താണെന്നറിയാമോ? സാംസൺ ഓപ്ഷൻ ഒരു പേരിട്ടത് നമുക്കറിയാം. ശിംശോൻ ഒടുവിൽ കണ്ണ് കുത്തി പൊട്ടിച്ച് ഗസൈ കൊണ്ടിട്ടു ഇല്ലേ? ഒടുവിൽ അവന്റെ കണ്ണും പൊട്ടിച്ച് അവനെ കളിക്കാൻ ഓടി നിർത്തി. ഉടനെ ശിംശോൻ പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ കണ്ണിന് പകരം കൊടുക്കാൻ നഷ്ടപ്പെട്ട ശക്തി ഒന്ന് തരണേ. ദൈവം കൊടുത്തില്ലേ? ആ 2 തൂണിലോട്ട് പിടിച്ചു ഒറ്റ ചായയിൽ ചായച്ചു. ആയിരക്കണക്കിന് ജനവും അവനും പോയി. അതിനെ ഓർമ്മയിലാണ് ഇവിടെ ഇരിക്കുന്ന പേരാണ് സാംസൺ ഓപ്ഷൻ. എന്താണെന്നറിയാവോ? അതിശക്തമായ പ്രതികാരദാഹമുള്ള അണുവായുധം അമേരിക്കയ്ക്ക് പോലും അറിയാമല്ലോ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന്. അത്ര ശക്തമായ ഒരു സാധനം അവന്റെ കയ്യിലുണ്ട്. അവൻ പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെ ചൊറിഞ്ഞു വന്നാൽ ഒടുവിലത്തെ അടിക്ക് ഞങ്ങളത് അടിക്കും. സഭ എടുക്കപ്പെടും, കർത്താവ് വരും, എടുക്കപ്പെടും. ഗതികെട്ടവരത് അടിക്കുമ്പോൾ അവനും തകരും, ലോകവും തകരും. അപ്പോൾ എതിർ ക്രിസ്തു വരും. അപ്പോൾ എതിർ ക്രിസ്തുവിനെ അവൻ സ്വീകരിക്കും. എന്തിനാ? അവനെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അവനെ നശിപ്പിക്കത്തില്ല. യാക്കോബ് ഗ്രഹത്തിന്മേലും ഇസ്രായേൽ ഗ്രഹത്തിന്മേലും കൃപയുടെ ആത്മാവിനെ പകരും. അവർ മനസ്സാന്തരപ്പെടണം. അത് നമ്മുടെ സിസ്റ്റമല്ല. നമ്മൾ സ്വർഗത്തിൽ പോയ ശേഷം മാത്രം. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. കണ്ണുകളടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ഞാനൊരു സഭയ്ക്കെതിരായി പറഞ്ഞിട്ടില്ല, ഒരു മതത്തിനെതിരായി പറയത്തില്ല. സംഭവിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഒരു സത്യം, ഒരു മനുഷ്യന്റെ ജീവിതം വിജയിക്കണമെങ്കിൽ സൃഷ്ടാവുമായി ബന്ധപ്പെടണം. ഈ ലോക ജീവിതം ഞാൻ പറഞ്ഞല്ലോ, KM ചെറിയാൻ പ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ വരെ മരിച്ചു. ഞാനും നിങ്ങളും നാളെ ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പുമില്ല. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ജീവിതം സമാധാനം, മരണത്തിന് ശേഷം പ്രമോഷൻ. മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. 2, സകല കഷ്ടങ്ങളിലും സകല പ്രയാസങ്ങൾക്കും ഉത്തരമായി യേശു വീട്ടിൽ കാണും. ഭാരമോ പ്രയാസമോ പ്രതികൂലമുള്ള സഹോദര, സാമ്പത്തിക ഞെരുക്കമുള്ള അച്ചായ, വളരെ വേദന സഹിക്കുന്ന മാമേ, ഇന്ന് രാത്രി പറയാം, കർത്താവ് നിന്നോടൊപ്പം ഉണ്ട്. നീ ഒന്ന് വിലപ്പെട്ടെ, ധൈര്യപ്പെട്ടെ. ലോകം വെറുക്കട്ടെ, ലോകം വിമർശിക്കട്ടെ, പരിഹസിക്കട്ടെ, ഒന്നും നോക്കണ്ട. ഞാൻ എൻ്റെ കർത്താവിനെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തലമുറ, എതിർ ക്രിസ്തു വരുന്ന വൺവേൾ റോളർ വരുന്ന തലമുറയാണ്. ആ തലമുറയിൽ എതിർ ക്രിസ്തു തലമുറയിൽ അധികാരം എടുക്കും. വിശുദ്ധന്മാർ മാത്രം, അഭിഷേകമുള്ളവർ മാത്രം, യേശുവിനെ കൈക്കൊണ്ടവർ മാത്രം, അവന്റെ കൽപ്പന അനുസരിച്ചവർ മാത്രം, അവനെ ആരാധിച്ചവർ മാത്രം, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ മാത്രം എടുക്കപ്പെടും.
വേറെ ആരും ആ കാഹളം കേൾക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും സമർപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിക്കുക. എഴുന്നേറ്റ് നിൽക്കേണ്ട, കര ഉയർത്തിയാൽ മതി, ഞാൻ പ്രാർത്ഥിക്കും.